പ്രിയപ്പെട്ട അധ്യാപകരെ, നമുക്ക് നമ്മുടെ ക്വിസ് മത്സരത്തിലേക്ക് കിടക്കാം. നമുക്ക് ഏറ്റവും ഞാൻ പ്രിലിമിനറി എക്സാം പ്രാഥമിക മത്സരത്തിന് മുന്നേ പറഞ്ഞതുപോലെ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൃത്യമായ റെഫറൻസിൽ തന്നെ എടുത്ത് ക്രമീകരിച്ചാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിനുശേഷം അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പിരമിഡ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 1 to 10 എവിടെയാണ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾ ആ നമ്പർ പറയുക, ആ ക്വസ്റ്റ്യൻ നിങ്ങളെ തരും, ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ ഈ ക്വിസ് മത്സരം നടത്താൻ വേണ്ടി ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്ക് നടത്താം. ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അത് തന്നെയാണോ എന്ന്. ഒത്തിരി സമയം കളയേണ്ടതില്ല. വ്യത്യസ്തമായ എന്നാൽ പരമ്പരാഗതമായ എല്ലാം ചേർത്ത് 12 റൗണ്ടുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചില റൗണ്ട് വളരെ വേഗത്തിൽ കഴിയും. 12 പേടിക്കണ്ട, നമ്മുടെ സിലബസ് അത്രയും വൈഡാണ്. പ്രത്യേകിച്ചും കാതോലിക്ക ബാവയുടെ ശ്രേഷ്ഠ ബാവയുടെ ഒരു നാമത്തിലുള്ള ആദ്യ ക്വിസ് മത്സരമാകുമ്പോൾ അതിൻ്റെതായ റൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ നാമത്തിലുള്ള ആ ആദ്യ റൗണ്ടിലേക്ക് കിടക്കാം. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പോവാം. ആദ്യം A to I പരമ്പരാഗത രീതി. ഫസ്റ്റ് ആൻസർ എന്തെങ്കിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നറുക്കിട്ടെടുക്കുന്ന ഒരു തീയതിയെ ഒരു മാസം, ഉദാഹരണം ഇന്നിപ്പോ ഏതാ, നവംബർ 30. കാതോലിക്ക ബാവയുമായി ബന്ധപ്പെട്ട്, ശ്രേഷ്ഠ ബാവയുമായിട്ട് ബന്ധപ്പെട്ട് നവംബർ 30 എന്ത് പ്രത്യേകതയുള്ളത് നിങ്ങൾ പറയണം. ഒരു വ്യക്തിയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില ഡേറ്റുകൾക്ക് ചില പ്രാധാന്യമുണ്ട്. വേണമെങ്കിൽ എനിക്ക് സംഭവം പറഞ്ഞിട്ട് നിങ്ങളോട് ഡേറ്റ് ചോദിക്കാം. ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കാൻ പ്രായം കൂടുന്തോറും പാടുവരും. അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെയ്യാന്ന് വെച്ചത്. ഇത് മാർക്ക് എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഈ നവംബർ 30 എന്നുള്ളത് നിങ്ങൾ നറുക്കിട്ടെടുക്കുമ്പോൾ നവംബർ 30 എന്താണെന്ന് കൃത്യമായി പറഞ്ഞാൽ 15 മാർക്ക് കിട്ടും. ഞാൻ ആ മാർക്ക് എടുത്ത് പറയാവേ. 15 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വർഷം കൂടെ പറയാൻ ആവശ്യപ്പെടുക. വർഷം കൂടെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്. അത് പാസ് ചെയ്ത് വരുന്നെങ്കിൽ 5 മാർക്ക്. ഇതൊക്കെയാണ് അതിന്റെ റൂള്, സിമ്പിൾ റൂള്. നമുക്ക് വേഗം തന്നെ ആരംഭിക്കാൻ, സമയം കളയണ്ട. ടീമേ ഒരു നമ്പർ പറയാമെങ്കിൽ വേഗം തന്നെ. നമ്പർ 1. എനിക്ക് ആ നമ്പർ ഒക്കെ വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതേ ഒരു നമ്പർ ഞാൻ കേട്ടുണ്ട്. ആ നമ്പർ ഒന്ന് പറയാമോ? 89. ഫെബ്രുവരി 22. ഇത് നെഗറ്റീവ് ഇല്ല കേട്ടോ, നെഗറ്റീവ് ഒന്നുമില്ല. ഫെബ്രുവരി 22. മൂന്ന് മൈക്ക് വെച്ചിട്ടുണ്ട്. ഈ റോ ഇങ്ങനെ പോട്ടെ, ഇവരിങ്ങനെ പോട്ടെ. വേഗം പറ, വേഗം പറ. സുന്നഹദോസ് പ്രസിഡന്റായിട്ട് ഫെബ്രുവരി 22 തിരഞ്ഞെടുത്തത് കറക്റ്റ് ഉത്തരവാണ്. 1999 ഫെബ്രുവരി 22-ാം തീയതി 15 മാർക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. അഭിവന്യ തോമസ് മാർ ദിവന്യാസിയോസ് തിരുമേനി മെത്രാപ്പൊളിത്ത പരിശുദ്ധ സുന്നഹദോസ് പ്രസിഡന്റ് ആയപ്പോൾ പരിശുദ്ധ സുന്നഹദോസിന്റെ സെക്രട്ടറി ആരായിരുന്നു? സെക്കൻഡ് താഴെയാണ് പറഞ്ഞത്. ഞാനൊരു സമയം എടുക്കുന്നില്ല, ഒരു ജെന്റിൽമാൻ ഗെയിം എന്ന രീതിയിൽ. ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ജോസഫ് മാർ ഗ്രിഗോറിയോസ് തെറ്റുത്തരമാണ്. സുന്നഹദോസിന്റെ പ്രസിഡന്റായി തോമസ് മാർ ദിവന്യാസിയോസിനെ തിരഞ്ഞെടുത്തപ്പോൾ സുന്നഹദോസിന്റെ സെക്രട്ടറി ആരായിരുന്നു? യൂഹാനോ മാർ പീല. വർഷം വേണോ? വേഗം പറയണം.
ശ്രേഷ്ഠ കാതോലിക്ക ഭാവിയെ നിയുക്ത കാതോലിക്കയായിട്ട് പുത്തമുഷ്ടി പത്രിക സെന്ററിൽ ചേർന്ന യോഗം. വെരി ഗുഡ്, കറക്റ്റ് ഉത്തരമാണ്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി പാടുള്ള ചോദ്യം. 15 മാർക്ക് സാറേ. ടീം ഇക്ക് ഡയറക്റ്റ് ചോദ്യം. ഏത് രാജ്യത്ത് വെച്ചാണ് കാതോലിക്കായിട്ട് വാഴിച്ചത്? എല്ലാം സിമ്പിൾ ചോദ്യങ്ങളാണ്, ഇത് മാറ്റിയെന്നുള്ളൂ. സിറിയ. ടീം ഇക്ക് 10 പോയിന്റ്. എല്ലാവർക്കും മാർക്ക് കിട്ടത്തെന്നുള്ള ആഗ്രഹവും. അടുത്ത് ടീം എഫ് 7. 95 മെയ് 12. വെരി ഗുഡ്. കോതമംഗലത്ത് വെച്ച് നടന്ന 101 കുർബാന. ടീം എഫിന് 15 പോയിന്റ്. ടീം എഫ് ചോദിച്ചേക്കട്ടെ. ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആദ്യമായി നടന്ന 101 കുർബാന എന്തിനോടനുബന്ധിച്ച് നടന്ന? തെറ്റു. പരുമല തിരുമേനിയുടെ ഓർമ്മയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് 2002 പരുമല തിരുമേനിയുടെ ചരമശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ടീം ജി പാസ് ആയതുകൊണ്ട് 5 പോയിന്റ്. ടീം ജി അത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ടീം ജിയോടുള്ള ഡയറക്റ്റ് പറഞ്ഞാൽ പറ്റുമോ? 9. മാർച്ച് 31 ശ്രേഷ്ഠ ബാബയുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? വർഷം പറയാം. 2014. ശ്രേഷ്ഠ ബാബയുടെ നേതൃത്വത്തിൽ പാത്രികീസ് ബാബയുടെ തെരഞ്ഞെടുക്കപ്പെട്ടു. കറക്റ്റ് ഉത്തരം. ടീം ജിക്ക് പാസ്സാല് വർഷം ചോദിച്ചുകൊണ്ട് 10 പോയിന്റ്. അതിനുള്ള നേരിട്ടുള്ള ചോദ്യം, ഏത് രാജ്യത്ത് വെച്ചാണ് പരിശുദ്ധ പാത്രികീസ് ബാവയുടെ തിരഞ്ഞെടുപ്പിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചത്? ഏത് രാജ്യത്ത് വെച്ച് നടന്ന ആ ഒരു ഇലക്ഷൻ പ്രോസസ്? രാജ്യത്തിന്റെ പേര് നെഗറ്റീവ് ഒന്നുമില്ല. സിറിയ. തെറ്റ്. എന്റെ ചോദ്യം ക്ലിയർ ആയോ? ഏത് രാജ്യത്ത് വെച്ചാണ് പാത്രികീസ് ബാവയുടെ തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചത്? സിറിയ. ലെബനൻ. കണക്കുത്തിലാണ് 101-5. ലെബനനിലെ ഒരു സ്ഥലം തന്നെയാണ് ബെയ്റൂട്ട്. ടീം ഐക്ക് 5 പോയിന്റ്. ഈ ടീം എച്ചിനോടുള്ള നേരിട്ടുള്ള ചോദ്യം നമ്പർ പറയാമോ? 6 ഉണ്ട്, 10 ഉണ്ട്, 3 ഉണ്ട്. 6. നമ്പർ എന്ന് പറയാമോ? 93. മെയ് 29. എല്ലാം സിമ്പിളാണ്. ജസ്റ്റ് ആ സിലബസ് ആരെങ്കിലും കവർ ചെയ്തെങ്കിൽ അവർക്ക് എല്ലാം കിട്ടാൻ പാകത്തിലാണ്. കറക്റ്റ് ഉത്തരാണ്. ടീം എച്ചിന് 15 പോയിന്റ്. ചോദ്യം ചോദിക്കട്ടെ. 15 പോയിന്റ്. ചോദ്യം, ഏത് മെത്രാപോലിത്തയാണ് 123ാമത് പാത്രികീസ് ബാവയായി ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വാഴിച്ചത്? ഏത് മെത്രാപോലിത്തയാണ് 123ാമത് പാത്രികീസായി ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ മുഖ്യ കാർമ്മികത്വത്തിൽ വാഴിച്ചത്? ചോദ്യം ക്ലിയർ ആയിരുന്നോ? ചോദ്യം മനസ്സിലായില്ല. ഏത് മെത്രാപോലിത്തയാണ് 123 ഏത് മെത്രാപോലിത്തയാണെന്നല്ല, ഏത് മെത്രാപോലിത്തായെ ആണ് 123ാമത് പാത്രികീസായി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വാഴിച്ചത്? സിമ്പിളായിട്ട് ചോദിക്കരുത്.
നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ചോദ്യം. അങ്ങനെ നിൽക്കട്ടെ. ഈ ഉത്തരം കിട്ടി. കറക്റ്റ് ഉത്തരം മാർക്കൂറിലോസ് അപ്രയം കരീം. ഇപ്പോഴത്തെ പാത്രികീസ് ബാവയുടെ മെത്രാഭിഷേക നാമം. അത്രേ ഉള്ളൂ. ടീം ഐക്ക് 5 പോയിന്റ്. ഇനി ടീം ഐയോടുള്ള ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. 2, 2 ഉണ്ട്, 3 ഉണ്ട്, 10 ഉണ്ട്. 10. തൊണ്ണൂറ്റി ജൂലൈ 6. ജൂലൈ 6. ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റിയായിട്ട് വാഴിച്ച. വെരി ഗുഡ്. കർക്കുത്തരാണ്. ടീം ഐക്ക് 15 പോയിന്റ്. എന്നുള്ള ചോദ്യം. അങ്ങനെ 2002 ജൂലൈ 6-ാം തീയതി ശ്രേഷ്ഠ കാതോലിക്ക ബാവ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അദ്ദേഹത്തെ മെത്രാപ്പൊലിത്ത ട്രസ്റ്റിയായിട്ടൊക്കെ വാഴിച്ചു. എന്നാണ് ആ മെത്രാപ്പൊലിത്ത സ്ഥാനം ഒഴിഞ്ഞത്? 2019 ഏപ്രിൽ 27. വെരി ഗുഡ്. കറക്റ്റ് ഉത്തരാണ്. 10 പോയിന്റ്. ഈ റൗണ്ടിൽ നേടാവുന്ന പരമാവധി പോയിന്റ് 25 കിട്ടി. പലർക്കും കിട്ടി. ടീം ഐക്ക് 25 പോയിന്റ്. നമുക്കിപ്പോ ആദ്യ റൗണ്ട് കഴിഞ്ഞു. അത്യാവശ്യം എളുപ്പമല്ലേ? പാടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല, പാടേയല്ല. വേറെ നേരിട്ട് ചോദിക്കാം. അതുപോലെ തിരിച്ച് ഓക്കെ. സ്കോർ എന്ന് പറയാമോ സാറേ? ടീം എ 15 പോയിന്റ്, ടീം ബി 30 പോയിന്റ്, ടീം സിക്ക് ലഭിച്ചിട്ടില്ല, ടീം ഡി 35 പോയിന്റ്, ടീം ഇ 30 പോയിന്റ്, ടീം എഫ് 15 പോയിന്റ്, ടീം ജി 15 പോയിന്റ്, ടീം എച്ച് 15 പോയിന്റ്, ടീം ഐ 35 പോയിന്റ്. ക്ലിയർ അല്ലേ? ഈ മാർക്കിന്റെ കാര്യത്തിൽ എന്ത് 5 മാർക്ക് സാറേ കിട്ടി? 5 കിട്ടി. 25, 5, 30. മാർക്കിന്റെ കാര്യത്തിൽ എന്ത് സംശയമില്ല അന്നേരം ചോദിക്കണേ. പിന്നെ പറയുമ്പോൾ നമുക്കത് പാടായിരുന്നു കണ്ടുപിടിക്കാൻ. 2 പാസ്സാവും. ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും സുതാര്യമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നു. പരമാവധി ഞാൻ അതിന് വേണ്ടി ഞാനും ഭാരവാഹികളും കഷ്ടപ്പെടുന്നു. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം. മാർക്കിന്റെ കാര്യത്തിൽ അന്നേരം ഒന്ന് ചോദിക്കാമെങ്കിൽ ഭംഗിയായിരിക്കും. നമ്മൾ പിന്നെ ഇതൊക്കെ എടുത്തോണ്ട് വരണ്ടേ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ക്വസ്റ്റിന്റെ കാര്യത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിന് ശേഷം പറഞ്ഞു തരാം. ഇപ്പം പോയി റെഫറൻസ് എടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ധാരണയുണ്ട്. എന്നാലും നിങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് വേഗം പോവാം. വേഗം തന്നെ മത്സരങ്ങൾ നടന്നു പോട്ടെ. സെക്കൻഡ് റൗണ്ട് പഴയ നിയമത്തിന്റെ ഒരു ബേസ് റൗണ്ട്. പഴയ നിയമത്തിന്റെ ബേസ് റൗണ്ട് ഞാൻ ബോധപൂർവം അതിന് ബാറാസിയറെ ഒഴിവാക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു സെപ്പറേറ്റ് റൗണ്ട് വെക്കാം. പഴയ നിയമം വലുതാണ്. നമുക്ക് I to A പോകാം. വേഗം തന്നെ നമ്പർ പറയാമോ? വേഗം തന്നെ. കറക്റ്റ് ഉത്തരം കറക്റ്റ് ആണെങ്കിൽ 10, പാസ് ആണെങ്കിൽ 5, നെഗറ്റീവ് ഒന്നുമില്ല. ഒറ്റ ചോദ്യം മാത്രം. അതിനൊന്നും സബ്ബൊന്നുമില്ല. നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ അവസരം. നിങ്ങൾ തന്നെ ചോദ്യം നമ്പർ പറഞ്ഞാൽ മതി. ഇതിന്റെ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിലെയാണ് എടുത്തിരിക്കുന്നത്. എന്ത് തർക്കം ഉണ്ടെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്ക് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രക്തപ്രതികാരം കൊല്ലാതിരിക്കാൻ സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചതിൽ ഗിലെയാദിലെ ഗാദ് ഗോത്രത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമില്ല. സങ്കേത നഗരം ഗിലെയാദിലെ ഗാദ് ഗോത്രത്തിൽ എവിടെയാണ് ഉൾപ്പെടുന്നത്? ആ സ്ഥലത്തിന്റെ പേര് രാമോത്ത്. കറക്റ്റ് ഉത്തരാണ്. ടീം ഐക്ക് 10 പോയിന്റ്. പറഞ്ഞു. അത് ഇരുന്നോട്ടെ. ഇതെല്ലാം കൈ വെച്ചോണേ. ഈ പറഞ്ഞ ആരാണോ ഉത്തരം പറയുന്നവരത് വെച്ചോ. 4. മൂന്നാമത്തെ ചോദ്യം. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കും ആട്ടിൻപറ്റങ്ങൾക്ക് ആലകളും ആകുന്നത് എന്ത് എന്നാണ് സെഫന്യ പ്രവചനത്തിലൂടെ പറയുന്നത്? ഇടയന്മാരുടെ കൂടാരങ്ങൾക്കും ആട്ടിൻപറ്റങ്ങൾക്ക് ആലകളും ആകുന്നത് എന്ത് എന്നാണ് സെഫന്യ പ്രവചനത്തിലൂടെ പറയുന്നത്? ജെറുസലേം.
നിനവേ. ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കും ആട്ടിൻപറ്റങ്ങൾക്ക് ആലകളും ആകുന്നത് എന്ത് എന്നാണ് സെഫന്യാ പ്രവാചകൻ പറയുന്നത്. എല്ലാ പ്രവചനത്തിൽ പറയുന്നു നിനവേ. ഉത്തരം ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഈ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ഞാൻ എടുക്കില്ല. കാരണം അറിയോ, ആദ്യം പറയുന്ന ഉത്തരം നമ്മൾ എടുക്കാവൂ. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു റൂള്. ഇത്ര പാസല്ലേ സാറേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കും ആട്ടിൻപറ്റങ്ങൾക്ക് ആലകളും ആകുന്ന എന്തെന്നാണ് പറയുന്നത്. അത് എന്താണ്? ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. സിയോ കടൽ തീരം. ടീം ഐ 5 പോയിന്റ്. സെഫന്യ 2-6 നോക്കിയാൽ മതി. ടീം ഐക്ക് 5 പോയിന്റ്. ടീം ജിയോടുള്ള നേരിട്ടുള്ള ചോദ്യം. ടീം ജി ആരിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതിനായാണ് ദൈവം കെനസിന്റെ മകനെ എഴുന്നേൽപ്പിച്ചത്? ആരിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം കെനസിന്റെ മകനെ എഴുന്നേൽപ്പിച്ചത്? പാസ് ചെയ്താലോ? പാസ് ചെയ്യുമ്പോൾ അതുകൂടെ അങ്ങ് പാസ് ചെയ്ത് പോട്ടെ. എന്നാലല്ലേ ഉത്തരം പറയുന്നവർക്ക് അത് വരുള്ളൂ. എപ്പോഴും പറയണ്ടല്ലോ ഞാൻ. ഓക്കെ, പാസ് ചെയ്യാം അല്ലേ? മാന്യമായ സമയം. കവർച്ചക്കാട് എഴുതുന്നു. അതൊരു ജനറൽ ഉത്തരവുണ്ട്. ഫെലിസ്തീനിൽ നിന്നും ഹദദ്, മിദ്യാനിയർ, ഏദോമ്യര്, ഫെലിസ്തീന്. കറക്റ്റ് ഉത്തരം. ടീം ഐ 5 പോയിന്റ്. ന്യായാധിപന്മാർ 3 എത്തി പറയുന്നുണ്ട്. കൂഷൻ മെസൊപ്പൊട്ടേമിയയിൽ ഒരു രാജാവാണ്. കെനസിന്റെ മകൻ ആരാണ്? ഒഗ്നിയൽ. എഫിനോടുള്ള നേരിട്ടുള്ള ചോദ്യം. ടീം എഫ്. അഞ്ച്. 2 പർവ്വതങ്ങൾക്കിടയിൽ നിന്നും 4 രഥങ്ങൾ പുറപ്പെട്ടു വരുന്നത് ദർശനത്തിൽ സ്കറിയാ പ്രവാചകൻ കണ്ടു. 4ാമത്തെ രഥത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 2 പർവ്വതങ്ങൾക്കിടയിൽ നിന്നും 4 രഥങ്ങൾ പുറപ്പെട്ടു വരുന്നത് സ്കറിയാ പ്രവാചകൻ ദർശനത്തിൽ കണ്ടു. 4ാമത്തെ രഥത്തിന്റെ പ്രത്യേകത കുതിരയുണ്ടായിരുന്നു. രഥത്തിൽ കുതിര സ്വാഭാവികമാണ്. തൂക്കുകണ്ട കുതിര, ചുമന്ന കുതിര, അഗ്നിരഥം, കറുപ്പും വെളുപ്പും. ചിലതൊക്കെ ശരിയായിരിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ നിശ്ചിതങ്ങളൊക്കെ ചെയ്യും. ഇത് മാറുന്നുണ്ടോ എന്നൊക്കെ അറിയാനാ. മഞ്ഞ നിറം, മഞ്ഞയും വന്ന് ചുവപ്പും ഒക്കെ വന്നു. ഇത്ര കറക്കുത്തരം പറയുന്നത് ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ്. തവിട്ട് നിറത്തിൽ പുള്ളികളുള്ള കുതിരകൾ. കുതിര തന്നെയാണ്. 4 രഥത്തിൽ ഓരോ കളറുള്ള കുതിരയാണ്. ഈ ചുമലയും മഞ്ഞയൊക്കെ വരുന്നു. മഞ്ഞയുണ്ടോ എനിക്കറിയത്തില്ല, ചുമല എല്ലാവരും. അപ്പൊ 5 പോയിന്റ് ടീം ഐ. ടീം എച്ച് ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ടീം എച്ച് ഒബ്ജക്ഷൻ ഉന്നയിച്ചത് കറക്റ്റാണ്. ഞാൻ ടീം എച്ചിന് 5 പോയിന്റ്. ആ പോയിന്റ് ക്യാൻസൽ ചെയ്യും. കാര്യം പക്കായിട്ട് പറയുന്നത് ചാര നിറത്തിൽ പുള്ളികളുള്ള കുതിരകൾ തന്നെയാണ്. ആ പോയിന്റ് ക്യാൻസൽ ചെയ്യുക. ടീം എച്ചിന് 5 പോയിന്റ് കൊടുക്കുക. ഓക്കെ, പല കളർ പറഞ്ഞപ്പോൾ പക്ക ചാരവും തവിട്ടും ഒക്കെ ഓൾമോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൊടുത്തുള്ളൂ. ചലഞ്ച് ചെയ്ത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. ടീം എച്ചിനാണ് പോയിന്റ്. സംശയമുണ്ട്.
ഞാനൊരു ശുദ്ധഗതിയായിട്ട് ഞാൻ ചിന്തിച്ചേനെ. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ചുമപ്പും പച്ചയും നീലയും ചാരവും തവിട്ടും ഒക്കെ അത്യാവശ്യം ഒപ്പിച്ചില്ലേ, കൊടുത്തേക്കാൻ ഞാനങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ആ രീതിയിൽ ചലഞ്ച് ചെയ്യാമെങ്കിൽ ഭംഗിയായിരുന്നു. ഞാൻ കൃത്യമായി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ടീം എച്ചിന് വേണം 5 കൊടുക്കണേ. അടുത്ത ടീം ഡിയോട്. വഴിയരികിൽ ഒരു പെരുമ്പാമ്പും പാതവക്കിൽ ഒരു വിഷസർപ്പവും ആയിരിക്കുമെന്ന് യാക്കോ പറയുന്ന ആരെക്കുറിച്ചാണ്? ദാൻ. ടീം ഡിക്ക് 10 പോയിന്റ്. ടീം ഡിക്ക് 10 പോയിന്റ്. ടീം സിയോടുള്ള നേരിട്ടുള്ള ചോദ്യം. ടീം സി 8. ഒരു ഇടയൻ 2 കാലോ 1 ചെവിയോ സിംഹത്തിന്റെ വായിൽ നിന്നും വലിച്ചെടുക്കുന്നത് പോലെ എവിടെ പാർക്കുന്നവർ പെട്ടെന്നുള്ള വടിയിൽ നിന്നും ധർമ്മശേഖരിൽ നിന്നുള്ള ജനത്തിൽ നിന്നും വിടുവിക്കപ്പെടും എന്നാണ് ആമോസ് പ്രവചനത്തിലൂടെ കർത്താവ് പറയുന്നത്. ഗസല്ല, യെരുശലേമല്ല, ഗിലെയാദല്ല, ശമരിയ. ടീം ജി 5 പോയിന്റ്. എന്റെ റെഫറൻസ് ആമോസ് 3:12 ടീം ബിയോടുള്ള ഈ നമ്പർ പറഞ്ഞത് സി അല്ലേ സാർ? ടീം സി അല്ല സാർ, ഡയറക്റ്റ് വന്നല്ലേ? ടീം ബി. നമ്പർ പറഞ്ഞു ഞാൻ വേഗം ചോദിക്കാം. 10. രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യോവാബിനെ വെട്ടിക്കൊന്ന ശേഷം ശലോമോന്റെ സേനാധിപതിയായ വ്യക്തി ബെനയ. കറക്റ്റാണ്. ടീം ബിക്ക് 10 പോയിന്റ്. ടീം ബി 6 10 ഏതോ വേണ്ട. ടീം എക്ക് നമ്പർ പറയോ? 2. ഏനോഷിന്റെ പിതാവിനെ ജനിപ്പിച്ച ശേഷം ആദാമിന്റെ ആയുഷ്കാലം എത്ര വർഷമാണ്? 330. ഏനോഷിന്റെ പിതാവിനെ ജനിപ്പിച്ച ശേഷം ആദാമിന്റെ ആയുഷ്കാലം എത്ര വർഷമായിരുന്നു? 900. ഏനോഷിന്റെ പിതാവിനെ ജനിപ്പിച്ച ശേഷം ആദാമിന്റെ ആയുഷ്കാലം എത്ര വർഷമായിരുന്നു? ഇത് കുറയ്ക്കാനാണോ ബുക്കൊക്കെ വെച്ചേക്കുന്നത്? 18 അല്ല 600. 607. 780. 800. ടീം ഡിക്ക് 5 പോയിന്റ്. മൊത്തം 930. അതിൽ നിന്ന് 130. ആരാണ് ഏനോഷിന്റെ പിതാവ്? അതിനുശേഷം 800 വർഷം കൂടി ഉണ്ടായിരുന്നെന്നാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. റൗണ്ട് 2 ടീം 1 നില്ലാണ്. അല്ല, ടീം എന് നില്ലാണ്. ബിക്ക് 10 പോയിന്റ്, സി നില്ല്, ഡി 15, ഇ എഫ് നില്ല്, ജി 5 പോയിന്റ്, എച്ച് 10 പോയിന്റ്, ഐ 20 പോയിന്റ്. അതെ, ഇവര് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് ലൈവായിട്ടൊക്കെ പോകുന്നുണ്ട്. മൈക്കിൽ കൂടെ ഉത്തരം പറയാമെങ്കിൽ നല്ലതായിരുന്നു. സാധിക്കുമെങ്കിൽ മൈക്ക് തന്നെ ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് 3ാമത്തെ റൗണ്ട് ആരംഭിക്കാം. ആരോട് പറഞ്ഞു? പുതിയ നിയമത്തിനെ ബേസ് ചെയ്ത് സിമ്പിളായ ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ന്യായമായിട്ടും ആര് വരാൻ സാധ്യതയുണ്ട്? പുതിയ നിയമമാണെങ്കിൽ യേശു വരാൻ സാധ്യതയുണ്ട്. ആരോട് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് പറയണം. എന്നാൽ മാർക്ക് തരാം. പകുതിക്കൊരു മാർക്കില്ല, എന്നാലല്ലേ പൂർത്തിയാവുന്നു. ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു. ഈ മുന്നത്തെ പോലെ തന്നെ ശരിയായ 10, പാസ് ചെയ്ത് വന്ന 5, നെഗറ്റീവ് ഇല്ല. ഓക്കെ. ടീം എ ഒരു നമ്പർ പറഞ്ഞാട്ടെ. 1 to 10. 1. സിമ്പിളാണ്, പരമാവധി മാർക്ക് കിട്ടുന്നതാണ്. 39 ഉണ്ട് സാറേ. എന്റെ കർത്താവേ, അങ്ങ് ലോകത്തിനല്ല ഞങ്ങൾക്കായി അങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് എങ്ങനെ? ആരോട് പറഞ്ഞു? എന്റെ കർത്താവേ, അങ്ങ് ലോകത്തിനല്ല ഞങ്ങൾക്കായി അങ്ങേ തന്നെ കാണിച്ചു തരുന്നത് എങ്ങനെ? യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു. അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. ഓക്കെ. ശിഷ്യനായ ഫിലിപ്പോസ് പറഞ്ഞു. ഇതൊക്കെ ശരിയാവുന്നില്ല കേട്ടോ, ചുമ്മാ വരുന്ന ചെറു ശരിയായിരിക്കും.
ശമര്യക്കാർ യേശുവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, അങ്ങ് ലോകത്തിനല്ല ഞങ്ങൾക്കായി അങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് എങ്ങനെ? അങ്ങേ തന്നെ കാണിച്ചു തരുന്നത് എങ്ങനെ? യേശു യഹൂദ പുരുഷന്മാരോട് പറഞ്ഞു, ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു. മൈക്ക് കൂടെ പറഞ്ഞാലോ, നല്ലൊരു ഉത്തരമാണ്. യേശുവിനോട് ഇസ്കരിയോത്ത് അല്ലാത്ത യഹൂദ. ഇസ്കരിയോത്തോ അല്ലാത്ത ടീം എഫിന് 5 പോയിന്റ്, ടീം ബിക്ക് നമ്പർ അങ്ങ് പറയാമോ? ആ ഓർഡർ മനസ്സിലായില്ല, വേറെ നമ്പർ പറഞ്ഞത് 3. നമ്പർ 35. സത്യത്തിൽ നിന്നുള്ള ഏവനും എന്റെ ശബ്ദം കേൾക്കും. ആരോട്? സത്യത്തിൽ നിന്നുള്ള ഏവനും എന്റെ ശബ്ദം കേൾക്കും. യേശു ശിഷ്യന്മാരോട്, യേശു യഹൂദന്മാരോട്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ നമ്മുടെ റഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് യോഹന്നാനാണ് പ്രധാന പുസ്തകം. യേശു പീലാത്തോസിനോട് ടീം 5, ടീം ഡി 5 പോയിന്റ്, ടീം ഡി 5 പോയിന്റ്, ടീം സി അവിടെ ഡയറക്ട് ക്വസ്റ്റ്യൻ പറയും, നമ്പർ പറയും 5. ഇവിടെ ക്വസ്റ്റ്യൻ പിരമിഡിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തേടി വരുന്നത്. 37, 37. ഓരോരുത്തർക്ക് കുറേശ്ശെങ്കിലും ലഭിക്കുന്നതിന് 200 ദിനാറയ്ക്കുള്ള അപ്പം മതിയാകുകയില്ല. ആരോട് പറഞ്ഞു? കർഗദ്രം ഫിലിപ്പോസ് യേശുവിനോട്. ടീം സി 10 പോയിന്റ്, ടീം സി ഡയറക്റ്റ് ആണ് 10 പോയിന്റ്. ടീം ഡി 4. അതിവിടെ വെക്കായിരുന്നേ അന്നേരം. 36. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാതെ നിങ്ങൾ വിശ്വസിക്കയില്ലല്ലോ. ആരോട് പറഞ്ഞു? അടയാളങ്ങളും അത്ഭുതങ്ങളും ഇല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. ആരോട് പറഞ്ഞു? യേശു പരീശന്മാരോട്. യേശു ശിഷ്യന്മാരോട്. നമ്മളിതെല്ലാം എടുത്തിരിക്കുന്നത് യോഹന്നാൻ. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാതെ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. ആരോട് പറഞ്ഞു? പിറവികുടനെ സൗഖ്യമാക്കിയ ശേഷം യേശു പുരുഷാരത്തോടായി പറഞ്ഞു. യേശു പുരുഷാരത്തോടായിട്ട് പറഞ്ഞു. യേശു യഹൂദന്മാരോട് പറഞ്ഞു. യേശു കഫർനഹൂമിലെന്നുള്ളൂ. അതൊരു വിഷയമല്ല, ആരും പറയാൻ നോക്കിയായിരുന്നു. കഫർനഹൂമിലെ രാജസേവനോട് പറഞ്ഞാണ്. അതൊരു കുഴപ്പമില്ല. കഫർനഹൂം ഇഷ്യൂ അല്ല. ടീം എക്സിന് 5 പോയിന്റ്. പക്ഷെ ആരെങ്കിലും അത് പറഞ്ഞെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഞാൻ വിചാരിച്ചു. ടീം ഇ 5 പോയിന്റ്. പറഞ്ഞായിരുന്നോ? 40. നീ ചെയ്യുന്നത് വേഗം തന്നെ ചെയ്തു കൊള്ളുക. ആരോട് പറഞ്ഞു? നീ ചെയ്യുന്നത് വേഗം തന്നെ ചെയ്തു കൊള്ളുക. യേശു ക്രിസ്തു ടീം ഇ 10 പോയിന്റ്. ടീം എഫ് 9. മുപ്പത്തിരണ്ട്. എന്തെന്നാൽ ദൈവം തന്നോട് കൂടെയുള്ള ഒരുവനല്ലാതെ അങ്ങ് ചെയ്യുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആരോട്? എന്തെന്നാൽ ദൈവം തന്നോട് കൂടെയുള്ള ഒരുവനല്ലാതെ അങ്ങ് ചെയ്യുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ
ആർക്കും കഴിയുകയില്ല. കറഞ്ചുതരം നിക്കോദിമോസ് യേശുവിനോട് ടീം എഫിന് 10 പോയിന്റ്, ടീം എഫ് 10 പോയിന്റ്, ടീം ജി 2:38. മനുഷ്യന്റെ പുത്രൻ മഹത്വപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് പറഞ്ഞു. മനുഷ്യപുത്രൻ അല്ലെ മനുഷ്യന്റെ പുത്രൻ മഹത്വപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യേശു ദൈവത്തോട് പറയുന്നു. പുറജാതികളോട് പറയും, മനുഷ്യന്റെ പുത്രൻ മഹത്വപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഇവിടെയല്ല സ്റ്റാർട്ട് ചെയ്തത്. യേശു ക്രിസ്തു ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടുമായിട്ട് പറഞ്ഞു. യോഹന്നാൻ 12:23 കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ ആർക്കും പോയിട്ടില്ല. ടീം എച്ചിനോടുള്ള നേരിട്ടുള്ള ചോദ്യം 3 ഇരിപ്പുണ്ട്. 6, 8, 10. ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. ആരോട് പറഞ്ഞു? പക്ഷെ ഞാൻ എന്നാ ചെയ്യും? ക്വസ്റ്റ്യൻ പിരമടിയിൽ നിന്ന് അവരെടുത്തോണ്ട് പോയതാ. ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. കറക്റ്റ്. ടീം എച്ചിന്റെ 10 പോയിന്റ്. 3-ാം റൗണ്ടിൽ അവസാന ചോദ്യം ടീം ഐയോട്. 6 ഉണ്ട്, 8 ഉണ്ട്. 6 കൊണ്ട് ഇരിപ്പുണ്ട്. 10 വെച്ചേക്കുന്നത്. 8 9 പേരാന്ന് പറഞ്ഞിട്ട് ഞാൻ 10 വെച്ചേക്കുന്നത്. ഇത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. 31. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകനിലും ആരെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? അവൻ നസ്രയത്തിലെ യൗസേഫിന്റെ പുത്രൻ യേശുവാണെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആരോട്? വെരി ഗുഡ്. ഫിലിപ്പോസ് നഥാനയേലിനോട്. ടീം ഐക്ക് 10 പോയിന്റ്. ടീം ഐ 10. 3-ാം റൗണ്ടില് ടീം എ ബി നില്ലാണ്. സി 10 പോയിന്റ്, ഡി 5 പോയിന്റ്, ഇ 10 പോയിന്റ്, എഫ് 15 പോയിന്റ്, ജി നില്ല്, എച്ച് 15 പോയിന്റ്, ഐ 10 പോയിന്റ്. ഓക്കെ അല്ലേ? ടോട്ടൽ പിന്നെ കൂട്ടിയാ പോലെ വേണോ? കൂട്ടിയേക്ക് പോലെ ലാസ്റ്റ് കൂട്ടാ. 5-6 റൗണ്ടാകുമ്പോൾ കൂട്ടിയാൽ മതി. ഓക്കെ, എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സഭാചരിത്രത്തിലൂടെ ഒന്ന് പോയി വരാം പെട്ടെന്ന്. സഭാചരിത്രം നമുക്കറിയാം. റഫറൻസ് ഗ്രന്ഥവും ഒക്കെ പ്രധാനപ്പെട്ടാണ്. തർക്കം വന്നെങ്കിൽ ആ ബോധ്യം ഉണ്ടാവണം. ഇങ്ങനെ പോവാം അല്ലെ? ഒരു നമ്പരങ്ങ് പറഞ്ഞാലും ടീമായി ഇതുപോലെ തന്നെ 10 പോയിന്റ്. പാസ് ചെയ്ത 5, നെഗറ്റീവ് ഇല്ല, സെയിം തന്നെ. 2:47. അലക്സാണ്ട്രിയൻ എപ്പിസ്കോപ്പയായി വിശുദ്ധ മർക്കോസ് നിയമിച്ച ചെരുപ്പ് കുത്തിയുടെ പേരെന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. പറയുന്നത് പദങ്ങൾ ക്ലിയർ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരേ പേര് തന്നെ ചെറുതായിട്ടൊക്കെ മാറ്റിയാൽ വേറെ പേരാവുമല്ലോ. പറഞ്ഞാൽ അനാക്ലാത്തോസ്, അനിയാനോസ്. ടീം എച്ചിന് 5 പോയിന്റ്. ഞാൻ സമ്മതിച്ചത് വളരെ ഒപ്പിച്ചിട്ട് നല്ല ശ്രദ്ധിച്ച ചെയ്തു. ഓക്കെ, നമ്പർ പറയാം. 5. 40. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ 14 ലേഖനങ്ങൾ ഒന്നായി കൂട്ടിച്ചേർത്ത്
ആദ്യമായി പുസ്തകം എഴുതിയത് പൗലോസ് ശ്ലീഹയുടെ ആ 14 ലേഖനങ്ങളുണ്ടല്ലോ, അതിനെല്ലാം കൂടി വന്നിട്ട് ക്രോഡീകരിച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് ആദ്യമായിട്ട് എഴുതിയ ആളാണ് യൗസേബിയോസ്. എല്ലാവരും കേൾക്കട്ടെ. റോമിലെ ക്ലീമീസ്. റോമിലെ ക്ലീമീസ്. ടീം എഫിന് 5 പോയിന്റ്. ടീം എഫ് 5 പോയിന്റ്. ടീം ജി സഭചരിത്രം വായിച്ചാൽ കിട്ടും, ഉറപ്പാണ് എനിക്ക്. നമ്പർ 45. AD 442 തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പുകൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ബഹുമാനാർത്ഥം വെള്ളി കൊണ്ടൊരു കിരീടം നിർമ്മിച്ച വ്യക്തി ആരാണ്? സൈനാധിപനായിരുന്ന അനാത്തോ. വെരി ഗുഡ്. സൈന്യാധിപനായ അനാത്തോ. ടീം ജിക്ക് 10 പോയിന്റ്. നേരിട്ടുള്ള ചോദ്യമാണ്. 10. ടീം എഫ് നമ്പർ 7. നമ്പർ 41. വിശുദ്ധ പാത്രിക്കേസിന് പട്ടം കൊടുക്കുമ്പോൾ മാത്രം വായിക്കുന്ന, സാറ് അറിയാൻ തോന്നുന്നല്ലേ? സാറ് വിചാരിക്കുന്നത് അദ്ദേഹം പറയില്ലെന്നാണോ? പരിശുദ്ധാത്മ വിളിയിൽ പ്രാർത്ഥന എന്നത് എഴുതിയ ആദ്യ 2 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയുടെ പേര്, നൂറ്റാണ്ട് കാലഘട്ടമൊക്കെ മാറ്റി വെച്ചു. പരിശുദ്ധാത്മ വിളിയിൽ പ്രാർത്ഥന പരിശുദ്ധ പാത്രിക്കീസ് ബാവയ്ക്ക് പട്ടം കൊടുക്കുമ്പോൾ മാത്രം വായിക്കാവുന്ന ആ പ്രാർത്ഥന എഴുതിയതാണ് മോർ സേവേറിയോ. റോമിലെ വിശുദ്ധ ക്ലീമീസ്. ടീം ഇ 5 പോയിന്റ്. ആദ്യ 2 നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി എന്ന് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയത്തില്ലല്ലോ വേറൊരു എഴുതിയിട്ട് പിന്നെ ഒരു ബുക്കിലൊന്നും വരാത്തതാണ്. 4. നമ്പർ സാറ് പ്രാർത്ഥിച്ചത് നടന്നു. 50. നിക്യാ സുന്നകദോസിൽ വെച്ച് തർക്കങ്ങൾ തുടർന്നതിനാൽ പിന്നീട് പുത്രന്റെ സമത്വത്തെ തീർച്ച വരുത്തുവാൻ നിയോഗിച്ചത് ആരെയാണ്? വിശുദ്ധ അത്താനാസിയോസ്. അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ്. ടീം ഇക്ക് 10 പോയിന്റ്. നേരിട്ടുള്ളതാണ് 10 പോയിന്റ്. ടീം ഡി ടീച്ചറെ 1 ഉണ്ട്, 6 ഉണ്ട്, 8 തൊട്ട് 10 വരും. 1 ഏറ്റവും വലിയിരിക്കുന്നത് സിമ്പിൾ ചോദ്യമാവാൻ സാധ്യതയുണ്ട് അല്ലെ? ഇത്ര സിമ്പിളാണ്. വിശുദ്ധ പൗലോസിനാൽ ക്രിസ്തു മതത്തിൽ ചേർക്കപ്പെട്ടതിനാൽ ന്യായാധിപതിയുടെ ആജ്ഞ അനുസരിച്ച് പെൺസിംഹത്തിന് ഇട്ടുകൊടുക്കപ്പെട്ടിട്ടും അഗ്നിയിലിട്ടിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആരാണ്? വിശുദ്ധ പൗലോസിനാൽ ക്രിസ്തു മതത്തിൽ ചേർക്കപ്പെട്ടതിനാൽ ന്യായാധിപതിയുടെ ആജ്ഞ അനുസരിച്ച് പെൺസിംഹത്തിന് ഇട്ടുകൊടുത്തു, അഗ്നിയിൽ ഇട്ടുകൊടുത്തു. അതിനെയെല്ലാം അതിജീവിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആരാണ്? സഭചരിത്രമായതുകൊണ്ട് വായിക്കാതെ കിട്ടാൻ സാധ്യത കുറവാണ്. പാസ് ചെയ്യാം അല്ലേ? പറഞ്ഞു ഗീവർഗീസ് ദിവന്യാസിയോസ്. വെരി ഗുഡ്. തക്ല. ടീം ബി 5 പോയിന്റ്. അത് വായിച്ച ഒരാളുടെ ഉത്തരവാണ്. ടീം ബി 5 പോയിന്റ്. ടീം സി സാറേ നമ്പർ 3, 6, 9, 8, 9. 10 പോയി. 10 ആരും എടുത്തു. 9, 49. ശ്രദ്ധിച്ചു വെക്കണേ. ഊർശ്ലേമിലെ ക്രിസ്ത്യാനികൾ AD 70 ശത്രുക്കളാൽ പട്ടണം വളയുന്നതിന് മുമ്പേ യോർദാൻ നദീതീരത്തിൽ കൂടി ഓടി ഏത് പ്രദേശത്തേക്കാണ് രക്ഷപ്പെട്ടത്? അവിടെ പോയിട്ട് അവരുടെ എപ്പിസ്കോപ്പയുടെ കൂടെ ഇരുന്ന് താമസിക്കപ്പെട്ടു. അങ്ങനെയാണ് കാര്യം. ഷമരിയ. ഇതിനെ വായിച്ചു അല്ലേ? വായിച്ചത് കഷ്ടപ്പെട്ടത് നമുക്ക് ഫലം കിട്ടും. ടീം ബി വെല്ലാപ്പട്ടണം. ടീം ബിക്ക് 5 പോയിന്റ്. 44. ഇതും പറഞ്ഞേക്കും അല്ലേ? അറിയാലോ. കേവലം 15 വയസ്സ് പ്രായമുള്ളപ്പോൾ
വിശ്വാസഭംഗം വരാതിരിക്കാനായി മാളിക മുകളിൽ നിന്നും താരോട്ട് ചാടി ആത്മഹത്യ ചെയ്ത 3-ാം നൂറ്റാണ്ടിലെ ശുദ്ധിമതിയുടെ പേര് വിശുദ്ധ ബർബാര തിയോഡോറ ഇത് പറഞ്ഞ ഉത്തരം വേറൊരു ഉത്തരമാണ് എന്നോട് ചേർത്ത് വരുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ഉത്തരം ബലാജിയ ശുദ്ധിമതിയാണ്. ബലാജിയ ശുദ്ധിമതി. ലാസ്റ്റ് ഈ റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യം 8 വേണോ 3 വേണോ? 3:48. സിമ്പിൾ ചോദ്യം. എവിടേക്കാണ് തിബെരിയോസ് കൈസർ പിലാത്തോസിനെ നാട് കടത്തിയത്? സ്ഥലം എഫേസോസ്, റോം, ഗോളിലേക്ക്. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ടീം എഫിന് 5 പോയിന്റ്. ടീം എഫ് 5 പോയിന്റ്. നമ്മൾ 4 റൗണ്ട് കഴിഞ്ഞു. 4-ാം റൗണ്ടിൽ ടീം എ നില്ല്, ബി 10, സി ഡി നില്ല്, ഇ 15, എഫ് 10, ജി 10, എച്ച് 5, ഐ നില്ല്. ശരി, ടോട്ടൽ പിന്നെ പറയാം. അവർ എഴുതുന്നുണ്ട് കൃത്യമായിട്ട്. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. അടുത്ത റൗണ്ട് നമുക്ക് ഇച്ചിരി പൊതുവിജ്ഞാനമായാലോ? എന്നതാ ഈ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇത്ര കേൾക്കുന്നുണ്ടോ? ടീം ഐ പൊതുവിജ്ഞാനം. പൊതുവിജ്ഞാനം നമുക്ക് ടീം എയിൽ നിന്ന് ആരംഭിക്കാം. ടീം എ. നമ്മൾ ഈ ചരിത്രം മാത്രം പഠിച്ചാൽ പോരല്ലോ, സമകാലീന എണ്ണം നോക്കണ്ടേ. ഇപ്പൊ ടീം എ നമ്പർ പറയാമെങ്കിൽ വേഗം തീർത്തേക്കാം. 2. അത് മുന്നത്തെ പോലെ തന്നെ 10-5. ശരിയായ 10, പാസ്സായ 5, നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് റൗണ്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൂട്ടി വെച്ചത് വേണം കളയാൻ അവസരമുണ്ട്. നമ്പർ പറയാം. എനിക്ക് നമ്പർ വേഗം പറയാമെങ്കിൽ 62. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ തന്നെ അങ്ങ് പറയുക, കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടത്. പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ 4-ാം സ്വൈകിക സന്ദർശന വേളയിൽ 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഏതു തീർത്ഥാടന കേന്ദ്രമാണ് അദ്ദേഹത്തിന് ആതിഥ്യം വരുന്നത്, അല്ലെ അദ്ദേഹത്തെ സ്വീകരിച്ചത്? ഇപ്പത്തെ പാത്രിക്കീസ് സമകാലീനം എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പത്തെ പാത്രിക്കീസ് ബാവയുടെ 4-ാം സ്വൈകിക സന്ദർശന വേളയിൽ. നെഗറ്റീവില്ല, എന്തൊരു വേഗം പറഞ്ഞോളൂ. ബാംഗ്ലൂര്, ഉള്ളുഹള്ളി, കരിങ്ങാച്ചട. വേഗം പറഞ്ഞു. നിങ്ങൾക്ക് ഇതിന് ധാരണയായാലും ഉത്തരത്തെ പറ്റി പറ. ചോദ്യം ക്ലിയറല്ലേ? ആരാ അദ്ദേഹത്തിന് ആദ്യത്തെ എറിയത്? 1000 വർഷത്തിലേറെ പഴക്കമുള്ള, എല്ലാവരും ആദ്യത്തെ എഴുതിയല്ലോ. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം അദ്ദേഹത്തിന് ആതിഥ്യമല്ലേ, സ്വീകരണമേ. മൈലാപ്പൂർ, കോതമംഗലം. കറക്റ്റ്. കർണാടകയായിരുന്നു, പക്ഷെ അതല്ല. കർണാടകയിലെ മൈസൂർ സുത്തൂർ മഠം, അതാണ് കറക്റ്റ് ഉത്തരം. ടീം എക്ക് ആർക്കും പോയിട്ടില്ല. 55. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം വേണേ. യാക്കോബായ സുറിയാനി സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര്? മാർ ഗ്രിഗോറിയോസ് വിദ്യാർത്ഥി പ്രസ്ഥാനം. ഒരു ഉത്തരം എനിക്ക് കിട്ടി. അതിനേക്കാൾ സ്പെസിഫിക് ആയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് നോക്കിക്കോട്ടെ. ഞാൻ ഒരു ഉത്തരം എനിക്ക് കിട്ടി. ശരിയാവാ അല്ലായിരിക്കാം. അതൊരു പോയിന്റ് ഉണ്ട്, സംശയമില്ല. കരുതി MGJSM, MJSS പോലെ നമ്മുടെ തേവഫിലോസിമേനി അതിന്റെ പ്രസിഡന്റ്, അന്തിമോസിമേനി MJSS പോലെ. ടീം ബിക്കും ടീം ഇക്കും എന്നാൽ 5 മാർക്കുണ്ട്, കുഴപ്പമില്ല. ഒരു ജാക്കോബൈറ്റിന്റെ യാക്കോബൈ ഉറപ്പാണ്. അപ്പം ടീം ബിക്ക് 5, ടീം ഇക്കും 5. 5-5 ഓർത്തോണേ സാറേ. ടീം സി 1. 63.
63 സിമ്പിൾ ചോദ്യമാണ്. 2024 ഒരു സഭാപിതാവിന്റെ ദുഃഖറോണയുടെ രക്ഷത ജൂബിലി സഭ ഔദ്യോഗികമായി ആചരിച്ചതെന്നാണ്. 2024 ഒരു സഭാപിതാവിന്റെ ദുഃഖറോണയുടെ രക്ഷത ജൂബിലി സഭ ഔദ്യോഗികമായി ആചരിച്ചതെന്നാണ്. ഓഗസ്റ്റ് 29 ഡേറ്റ് എന്നാണ്? 2024 നമ്മുടെ സഭ ഒരാളുടെ ഔദ്യോഗികമായിട്ട് ദുഃഖറോണയുടെ രജത ജൂബിലി ആഘോഷിച്ചത് എന്നാണ് ചോദിച്ചത്. കാരണം ടീം ഇക്ക് 5 പോയിന്റ്, പരിശുദ്ധ പാത്രികീസ് ബാവയുടെ 2024 സൈനിക സന്ദർശന വേളയിൽ ഇന്ത്യയിൽ ആദ്യമായി മൂറോൻ കൂദാശ നടത്തപ്പെട്ട പള്ളിയാണ്. പരിശുദ്ധ പാത്രികീസ് ബാവയുടെ 4ാം സൈനിക സന്ദർശനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി മൂറോൻ കൂദാശ ചെയ്യപ്പെട്ട പള്ളിയാണ്. ചോദ്യം കേട്ടല്ലേ? നമ്മൾ പറഞ്ഞത് സെന്റ് തോമസ് എനിക്കൊന്ന് വൈഫൈയിലുള്ള പള്ളിയാണ്. സെക്കൻഡ് ആദ്യം വന്നത് 25/1/2024 സെന്റ് ബേസിൽ ചർച്ച് യലഹങ്ക. തൊട്ടടുത്ത ദിവസം അപ്പുറം പോയി സെന്റ് തോമസിൽ പോയി കിടക്കാം. ടീം ഇയോടുള്ള പോയിന്റില്ലേ, ടീം ഇയോടുള്ള നേരിട്ടുള്ള ചോദ്യം. യലഹങ്ക സെന്റ് ബേസിൽ ചർച്ച് 25/1/2024 54 അല്ലേ? ഒരു സിമ്പിൾ ചോദ്യം. 54 ആണോ? വയനാട് 2024 ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയോട് സഹകരിക്കുന്നതിനായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസ് തീരുമാനപ്രകാരം സമാഹരിച്ച തുകയുടെ പേര്, അതൊക്കെ ഒരു പേരുണ്ട്. തുക ആ ഒരു പദ്ധതി, തുക സമാഹരിക്കാനൊരു പദ്ധതിയും ഒക്കെ വേണേ കുടിക്കണേ. പിന്നെയല്ല ചോദ്യത്തിന്റെ പാടോ ഒന്നും വെച്ചല്ല, ഇത്ര നേരെ ഇരിക്കുമ്പോൾ പാടാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ അർത്ഥത്തിൽ പറഞ്ഞ ഞാൻ ആദ്യം 5-6 റൗണ്ട് വെച്ച് നടത്താൻ അത് മതിയായിരുന്നോ? ഇപ്പോൾ 10-15,000 രൂപയ്ക്ക് ഒരു കൊടുക്കുന്നതല്ലേ. 10,000, 7,000, 5,000, 25,000 കുറയാത്ത ഇടപാടുണ്ട്. പിന്നെ ഇച്ചിരി റൗണ്ട് കുറയ്ക്കണ്ട, ഞാൻ അത്ര ദൂരത്തിൽ നിന്നും വന്നാണ്. അങ്ങനെ കൊടുത്തു തരുന്നില്ല. അത് കാണിക്കണേ, കഴിഞ്ഞിട്ട് കാണിക്കണേ, കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. ഇല്ല, നമ്പറൊന്നും ഇരട്ടില്ല. കാര്യം എന്നെ കൂടെ കാണിച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. നമ്പറൊന്നും ഇരട്ടില്ല. അല്ല, നമ്പറൊന്നും ഇരട്ടില്ല. ഉറപ്പാ 5 തിരിച്ചെന്നുള്ളൂ സിലബസിന്. സാറ് സേവ് വയനാട് 2K24 വയനാട് കെയർ കറക്റ്റ്. ടീം എഫിന് 5 പോയിന്റ്. കെയർ വയനാട് ടീം എഫിനോടുള്ള നേരിട്ട് സാറ് ഡയറക്റ്റ് അല്ലേ ഉള്ളത്. ടീം എഫ് നേരിട്ടുള്ള ചോദ്യം. സാറ് വേഗം നമ്പർ പറയാമോ? വേഗം തീർന്നു.
ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്കായി മലങ്കരയിൽ 7 റമ്പാന്മാരെ ഒരുമിച്ച് വാഴിച്ചതെന്നാണ്. ഫെബ്രുവരി 6 വർഷം കൂടി 2024. ഫെബ്രുവരി 8 2024 തൂത്തുട്ടി മാർ ഗ്രിഗോറിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അന്തോണിയോസ് മൊണാസ്ട്രിക്കും പൗരസ്ത്യ സുവിശേഷ സമാജത്തിനും വയ്ക്കുക 7 പേരെ. ടീം ജി 5 പോയിന്റ്. അങ്ങനെ അടുത്ത ഉറപ്പാ ടീം ജിയോടുള്ള നേരിട്ടുള്ള ചോദ്യം. 58 2024 റെസിഡൻഷ്യൽ VBS നടത്തിയ പള്ളിയാണ് വിലങ്ങ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി. ടീം ജിക്ക് 10 പോയിന്റ്. റെസിഡൻഷ്യൽ അവിടെ തന്നെ താമസിച്ചുള്ള VBS. ടീം എച്ച് 57 തിരുപ്പിറവിയും തിരിച്ചറിവുകളും. ഈ പുസ്തകത്തിന്റെ രചയിതാവാണ്. തിരുപ്പിറവിയും തിരിച്ചറിവുകളും. ഗീവർഗീസ് മാർ സ്തേഫാനോസ് മലബാർ ഭദ്രാശ്രമ. ടീം ഐക്ക് 5 പോയിന്റ്. ഞാൻ ആ ശ്വാസം നമ്മൾ ചോദ്യം ചോദിച്ചത് നമ്മുടെ ആരെന്ന് ഓർക്കുന്നുണ്ട്. ശ്വാസം എന്നുള്ള പുസ്തകം കൂറിലോസ് സിനിമയില് ഗീവർഗീസ് മാർ കൂറിലോസ് കറക്റ്റ്. ആ ടീം ഐക്ക് 5 പോയിന്റ്. ലാസ്റ്റ് നമുക്കുള്ളത് 6, 9 ഉണ്ട്. 9 സാർ 56. ഇതാ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ആദ്യത്തെ ഉത്തരവേ പരിഗണിക്കുള്ളൂ. കാര്യം ചിലപ്പോൾ 2 ഉത്തരവിന് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഓസ്ട്രേലിയൻ അതിഭദ്രാസനത്തിനായി വാഴിക്കപ്പെടുവാൻ പോകുന്ന നിയുക്ത മെത്രാപ്പോലിത്തയായ റംബാന്റെ പേരെന്താണ്? ഇത്രയും കാര്യം കറണ്ട് അഫയേഴ്സ് ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമല്ലേ. ശമുവേൽ റംബാൻ. ജോർജ് അച്ഛൻ. അതാ ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നത്. ഗീഗോറിയസ് ഒന്നായി റംബാനല്ലേ. ബർസോമ റംബാൻ. ഇവർക്ക് ഞാൻ പോയിന്റ് കൊടുക്കും. കാര്യം ടീം ഈക്ക് 5 പോയിന്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു. നമുക്കെല്ലാം അറിയാം ജോർജ് വയലിപ്പറമ്പിൽ അച്ഛനെയാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ. ടീം ഈക്ക് 5 പോയിന്റ്. എനിക്ക് ആ തീരുമാനം തെറ്റില്ലെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാറേ 5 റൗണ്ട് കഴിഞ്ഞു. റൗണ്ട് 5 ടീം എ നില്ലാണ്. ടീം ബി 5 പോയിന്റ്, സി നില്ല്, ഡി നില്ല്, ഇ 15 പോയിന്റ്, എഫ് 5, ജി 15, എച്ച് നില്ല്, ഐ 5. 6ാം റൗണ്ടിലേക്ക് കിടക്കാം. പക്ഷെ ഈ 6ാം റൗണ്ടിൽ പ്രത്യേകത ഉണ്ട്. ഈ നെഗറ്റീവ് ഒക്കെ ഉണ്ട്. ഒന്നുകിൽ മിണ്ടാതിരിക്കാം. പക്ഷെ മിണ്ടാതിരിക്കാം ഒന്നുകിൽ ആ റൗണ്ടൊക്കെ പൊക്കോട്ടെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ മിണ്ടിപ്പോകും. ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓപ്ഷൻ ഇടാനൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ ചെറുപ്പം തൊട്ട് ഈ ക്വസ്റ്റിനൊക്കെ വരുമ്പോഴേ ഈ ഏത് പുസ്തകത്തിലെ ഒരു വാക്യം എടുത്തിട്ട് അതിൽ നിന്ന് അതെന്താ ചോദിക്കുമ്പോൾ ഒരു യഹോവ എന്റെ ഇടയനാവുന്നു, യഹോവ ആരുടെ ഇടയനാവുന്നു അങ്ങനെ ചോദിക്കുന്നതിനോട് ഒരു അഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിശ്വാസം. പക്ഷെ ബാറാസീറെ അതിനപ്പുറം ചോദ്യം ഇടാനും പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ ഞാൻ തരുന്നുണ്ട്. പക്ഷെ ബാറാസീറെ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, ചില പ്രവചനം നടത്തിയിട്ടുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പറയുക. ഓപ്ഷനുണ്ട്. ഇപ്പൊ മധുരമായ ശബ്ദം എന്നൊരു ഉത്തരം വന്നാല് നല്ല ശബ്ദം നിർത്തിയാലും മോശമൊന്നുമല്ല. പക്ഷെ മധുരമായ ശബ്ദം എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം എന്ത് തന്നെയായിരിക്കണം? മധുരമായ ശബ്ദം തന്നെയായിരിക്കണം. പിന്നെ നെഗറ്റീവ് സാറ് ഇങ്ങനെയാണ്. 10 പോയിന്റ് ആണ് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ കിട്ടുന്നത്. പാസ് ഉണ്ട്. 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ 10 പോയിന്റ് കിട്ടും. തെറ്റിപ്പോയാൽ 4 മാർക്ക് പോകും. എപ്പോഴും നെഗറ്റീവ് 4 ആയിരിക്കും. 4 പാസ് ചെയ്ത് നിങ്ങൾക്ക് വന്നു. അപ്പൊ ഓപ്ഷൻ എത്രയായിട്ട് പോയി? 3 ആയി മാറി. അപ്പൊ ശരിയായ 10 എടുത്ത് മോശം 7 മാർക്ക് ഉണ്ട്. ഉള്ളൂ. എല്ലാവർക്കും കിട്ടുമല്ലോ ഇതുപോലെ. 4 വന്നിക്കും. എനിക്കറിയാം 3 വന്നിക്കും. ഓരോ 3 ഇങ്ങനെ വരുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഒരു മടിയില്ല, ചുമ്മാ അങ്ങ് ചോദിക്കാം. എന്നേലും ഒരു ചോദ്യം, യഹോവ ആരുടെ ഇടയിലാവുന്നു. അപ്പൊ എന്റെ പറയുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നിന്റെന്നോ നമ്മുടേന്നൊന്നും പറഞ്ഞ് ശരിയാകത്തില്ല. അതൊരു ഒന്നുമില്ലാതെ പോകും. ആ അർത്ഥത്തില്ല. ആ ഒറ്റ പോസിറ്റീവ് ഉത്തരത്തിൽ 3ാമത് നിങ്ങൾക്ക് 2ൽ നിന്ന് 1 പറയാം. ശരിയായ 4 കിട്ടും. മിണ്ടാതിരുന്ന ഒന്നും പോകത്തില്ല. തെറ്റിപ്പോയാലും 4 പോകും.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേഗം വേഗം നമ്പർ പറയാമോ? വേഗം വേഗം നമ്പർ പറയുക. അതിനകത്ത് നമ്പർ വേഗം വായിക്കുകയും വേണേ. 6ാമത്തെ റൗണ്ട് I2A. അതെ അതെ, നമ്പർ നമ്പറിലൊന്നും കയറ്റില്ലത്, വേഗം എടുത്തു. അത് 3 നമ്പർ, അതിനകത്ത് നമ്പർ പറയുന്നു. പാസ് ചെയ്യണേ, ഓപ്ഷൻ വായിക്കണ്ടല്ലോ. ദാനത്തെക്കാൾ വിശിഷ്ടമായത് എന്താണ്? ദാനത്തെക്കാൾ വിശിഷ്ടമായത് എന്താണ്? നല്ല വാക്ക്, വിജ്ഞാനം, ദൈവഭക്തി, മധുരമായ സംസാരം. വേഗം വേഗം ഇത് ശ്രദ്ധിക്കണേ. തെറ്റിപ്പോയാൽ 4 പോകും. തെറ്റിപ്പോയാൽ -4. പക്ഷെ ഇതിൽ ഒന്നാ ഉത്തരം. ശരിയായ 10 പോയിന്റ് കിട്ടും. നല്ല വാക്ക്, കറക്റ്റ് ഉത്തരം. ടീം ഐക്ക് 10 പോയിന്റ്. രണ്ട് 16. ആർക്കാണ് പാപത്തിന്റെ നറുക്ക് വീഴുന്നത്? എല്ലാം ബാറാസീത എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ആദ്യം പഠിച്ചാണെങ്കിൽ ആർക്കാണ് പാപത്തിന്റെ നറുക്ക് വീഴുന്നത്? സഹോദരനെ വെറുക്കുന്നവന്, അപ്പനെ മറക്കുന്നവന്, മൂടനായ മനുഷ്യന്, തിന്മപ്പെട്ട സ്ത്രീക്ക്. തിന്മപ്പെട്ട സ്ത്രീക്ക് ടീം എച്ച് 10 പോയിന്റ്. ടീം ജി 5. നല്ല മനസ്സിന്റെ ലക്ഷണം എന്ത് തന്നെയാണെന്നാണ് ബാറാസീത പറയുന്നത്? നല്ല മനസ്സിന്റെ ലക്ഷണം പ്രസന്ന മുഖമാണോ, ദൈവഭക്തിയാണോ, ദൈവീക ജ്ഞാനമാണോ, വേദനയുള്ള മനസ്സാണോ? പാസ്. പ്രസന്ന മുഖം. ഇത് പക്ഷെ ഫുൾ മാർക്ക് കൊടുക്കാവേ, കാര്യം ഓപ്ഷൻ ഒന്നും കളഞ്ഞിട്ടില്ലല്ലോ. ടീം എഫിന് അതേ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് 10 പോയിന്റ്. ടീം എഫിനോടുള്ള നേരിട്ടുള്ള ചോദ്യം: ഏതുപോലെയാണ് ബോഷന്റെ ഉള്ളിലെ രഹസ്യം? ബോഷന്റെ ഉള്ളിലെ രഹസ്യം ഏതുപോലെയാണ്? തുടയിൽ തറച്ച അമ്പ് പോലെ, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ, കുത്തിത്തുളയ്ക്കുന്ന അസ്ത്രം പോലെ, കരമ്പില്ലാത്ത ഏഷണി പോലെ. തുടയിൽ തറച്ച അമ്പ് പോലെ, കറക്റ്റ്. ടീം എഫ് 10 പോയിന്റ്. എല്ലാരും ബാറാസീത വായിച്ചോ? അത് ഓപ്ഷന്റെ കുഴപ്പം സാറേ. ടീം ഇ 4. 19 അല്ലേ? മൂടന് കാലുകളിൽ ചങ്ങല പോലെയും കയ്യിൽ വിലങ്ങ് പോലെയുള്ള എന്താണ്? മൂടന് കാലുകളിൽ ചങ്ങല പോലെയും കയ്യിൽ വിലങ്ങ് പോലെയുള്ള എന്താണ്? സംസാരമാണോ, ജ്ഞാനമാണോ, വിദ്യാഭ്യാസമാണോ, തിരുവചനമാണോ? തെറ്റിപ്പോയ 4 പറഞ്ഞോ, പോയ പോട്ടെന്നേ. സാർ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറ. തിരുവചനം പോയി, -4. മൂടന് കാലുകളിൽ ചങ്ങല പോലെയും കയ്യിൽ വിലങ്ങ് പോലെയും ഉള്ളത് എന്താണ്? -4 ഉണ്ടായിരുന്നേ. ടീം ഇക്ക്. ശരിയായാൽ 8, തെറ്റിപ്പോയാൽ 4 പോകും. ജ്ഞാനം തെറ്റിപ്പോയി, -4. സാറേ ടീം സി -4. ശരിയായ 4 മാർക്ക് കിട്ടും, ചുമ്മാ കിട്ടുന്ന. വിദ്യാഭ്യാസം കറക്റ്റ് ആണ്, 4 മാർക്ക്. ടീം എക്ക് 4 മാർക്ക്. ഡി അല്ലേ? സാറിൽ തുടങ്ങി. ടീം ഡി 7. ഭൂതലത്തിൽ ജീവിച്ചിരിക്കുന്നവർ എന്തിനേക്കാൾ ഇമ്പമുള്ളതായ വേറൊന്നുമില്ലെന്നാണ് ഗ്രഹിക്കുന്നത്. ഭൂതലത്തിൽ ജീവിച്ചിരിക്കുന്നവർ എന്തിനേക്കാൾ ഇമ്പമുള്ളതായി വേറൊന്നുമില്ലെന്നാണ് ഗ്രഹിക്കുന്നത്. കാന്തിയുള്ള ഫലം പൊഴിക്കുന്നതിനേക്കാൾ, ദൈവാശ്രയത്തിൽ അലിയുന്നതിനേക്കാൾ, കർത്തൃകൽപ്പന പാലിക്കുന്നതിനേക്കാൾ, വിജ്ഞാനം പകരുന്നതിനേക്കാൾ. മാർക്ക് കിട്ടുന്നേ പറയാനേ. വിജ്ഞാനം പകരുന്നതിനേക്കാൾ -4. പിടിച്ചെടുക്കാം.
കർത്തൃകൽപ്പന പാലിക്കുന്നതിനേക്കാൾ ഇത് കറക്റ്റ് ആവശ്യം 7 പോയിന്റ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്ന് പോകാം. 2 പേര് തെറ്റിച്ചിട്ടോ കറക്റ്റാ. ഇതിപ്പോ 7 സാറല്ലേ പറഞ്ഞു സാറ് 7 പോയിന്റ്. ടീം സിക്ക് 7 പോയിന്റ്. സാറ് ഡയറക്റ്റ് നമുക്ക് അവിടെ ഇരിക്കുന്നത് 6, 8, 9, 10 ഇരിപ്പുണ്ട്. 8 ചന്ദ്രനെ പോലെ വ്യതിയാനം ഉണ്ടാകുന്ന ആർക്കാണ്? ചന്ദ്രനെ പോലെ വ്യതിയാനം ഉണ്ടാകുന്ന ആർക്കാണ്? ബോഷന്, അധർമ്മിക്ക്, മൂടന്, വിജ്ഞാനിക്ക്. ബോഷൻ നമ്മൾ തിരിച്ചു പിടിച്ചു. 10 പോയിന്റ്. ടീം ബി കറക്റ്റാണ് 10. ടീം ബി 6, 9, 10, 9. ആരാകുന്നു വില നിശ്ചയിക്കാനാവാത്ത ജീവൌഷധം? ആരാകുന്നു വില നിശ്ചയിക്കാനാവാത്ത ജീവൌഷധം? ദൈവഭക്തിയുള്ളവർ, വിശ്വസ്തനായ സ്നേഹിതൻ, വിജ്ഞാനിയായ സ്നേഹിതൻ, ജ്ഞാനോപദേശം നൽകുന്ന സ്നേഹിതൻ. വിജ്ഞാനിയായ സ്നേഹിതൻ ശരിയാണോ? പിന്നെ ശരി ഉത്തരം വിശ്വസ്തനായ സ്നേഹിതൻ. ഇവർക്ക് -4, ഇവർക്ക് +7. ടീം ബി -4, ടീം എ +7. ലാസ്റ്റ് 6, 10. 6. എവിടെ നിന്നാണ് സ്തോത്രഗീതം ഉയരുന്നത്? എവിടെ നിന്നാണ് സ്തോത്രഗീതം ഉയരുന്നത്? ദരിദ്രരുടെ ഹൃദയത്തിൽ നിന്ന്, ജ്ഞാനികളുടെ ഹൃദയത്തിൽ നിന്ന്, ജ്ഞാനികളുടെ വചനങ്ങളിൽ നിന്ന്, സർവവിധ ജീവജാലങ്ങളിൽ നിന്ന്. ജ്ഞാനികളുടെ വചനം. ടീം എ 10 പോയിന്റ്. ടീം എ 10 പോയിന്റ്. സാർ 6 റൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞേക്കാം സാർ. എന്നിട്ടൂടെ റൗണ്ട് 6 ടീം എ 21 പോയിന്റ്, ടീം ബി -4, ടീം സി -4 കഴിഞ്ഞിട്ട് ബാക്കി 13 പോയിന്റ്, ടീം ഡി -4, ടീം ഇ -4, ടീം എഫ് 20 പോയിന്റ്, ടീം ജി നില്ല്, ടീം എച്ച് 10 പോയിന്റ്, ടീം ഐ 10 പോയിന്റ്. നമുക്ക് ടോട്ടലിലൂടെ അവർ പറയും. നമ്മള് ക്രിസ്മസിന് അതിന്റെ പകുതി കടന്നുപോയി. ഇനി ചില റൗണ്ടൊക്കെ പെട്ടെന്ന് തീരുന്നതാണ്. നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭാ പിതാക്കന്മാരെയൊക്കെ നമുക്ക് അറിയാവോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള റൗണ്ടാണ്. സിമ്പിളാണ്. നമ്മുടെ കാതോലിക്ക ബാബയുടെ ഇയർ വെച്ച് കളിച്ചില്ലേ, അതുപോലെ തന്നെ സിമ്പിളാണ്. പക്ഷേ സിമ്പിൾ ഞാനൊരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള സിമ്പിൾ. അത് ഏറ്റവും എളുപ്പമുള്ള തിരുമേനിമാർ മാത്രം. ഒട്ടും പാടുള്ളതെന്ന് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും വേണ്ട ഒരു വിഷ്വല് ആ അർത്ഥത്തിനുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷ്വൽ സെറ്റ് ചെയ്തു. പ്രൊജക്ടറൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെയാണ് കുഴപ്പമില്ല, ഓടും. ഇങ്ങനെയൊന്നും വേറൊന്നുമല്ല, പിരമിഡിന്റെ കാര്യം. അപ്പൊ അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പിരമിഡ് ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഫോട്ടോ കാണിക്കും. ഒരു സഭാപിതാവിന്റെ ഫോട്ടോ കാണിക്കും. ആസ് പെർ സിലബസ് ഉള്ള ആ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ 10 മാർക്ക്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ 5 സിമ്പിൾ ചോദ്യം ചോദിക്കും. ഓരോന്ന് 4 മാർക്ക് കൂടെ തന്നേക്കാം. അങ്ങനെ 5, I 4, 20 ഐഡന്റിഫൈ ചെയ്താൽ 30. അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ തുടക്കം. ഇനി സാറ് ടീം എയോട് ഞാൻ ചോദിച്ചു. ടീം എക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ടീം ബിക്ക് കൊടുക്കും അതേ പടം. പക്ഷെ അന്നേരം എത്ര മാർക്കാണ് എടുത്തെടുത്തുള്ളൂ? 10, 5 ആക്കി മാറും. പക്ഷെ ബാക്കിയുള്ള അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യില്ല, അങ്ങോട്ട് പോകത്തില്ല.
ക്ലിയർ ആയല്ലോ? ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ പോകുന്നില്ല. നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അതോടെ അടുത്ത തിരുമേനി അടുത്ത ഗ്രൂപ്പിലോട്ട് പോകുന്നില്ല. അത് നമുക്ക് റൗണ്ട് നോക്കാം. പക്ഷെ മാർക്ക് 5 ആയിട്ട് മാറും. അത് ക്ലിയർ ആണല്ലോ? പക്ഷെ തിരുമേനിയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ബാക്കി ചോദ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ അത് പാസില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പറഞ്ഞോട്ടെ. 6 റൗണ്ട് കഴിയുമ്പോഴത്തെ ടോട്ടൽ പറയുകയാണ്. 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ടീം എ 36 പോയിന്റ്, ടീം ബി 51 പോയിന്റ്, ടീം സി 23 പോയിന്റ്, ടീം ഡി 51 പോയിന്റ്, ടീം ഇ 66 പോയിന്റ്, ടീം എഫ് 65 പോയിന്റ്, ടീം ജി 45 പോയിന്റ്, ടീം എച്ച് 55 പോയിന്റ്, ടീം ഐ 80 പോയിന്റ്. വെരി ഗുഡ്. ടീം ഐ മുന്നിൽ നിൽക്കുന്നു. ഇനി നമ്മുടെ നെഗറ്റീവ് റൗണ്ടുകളുണ്ട്, അത് നമുക്ക് വീണ് തരും. റൈറ്റ്, നമുക്ക് മറ്റേ നമുക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം. 7ാമത്തെ റൗണ്ട് ടീമിനെ ഒരു നമ്പർ പറഞ്ഞോട്ടെ. 1 തൊട്ട് 9 വരെ ഉള്ള 10 ഇല്ല. 1 തൊട്ട് 9 വരെ ഏതെങ്കിലും നമ്പർ 1 106. അവിടെ 106 സെലക്ട് ചെയ്തപ്പോ സാറേ ഈ റൗണ്ടിന്റെ പ്രത്യേകത ഞങ്ങൾ തിരുമേനിയുടെ പടം കാണിക്കും. ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ 10 പോയിന്റ് കൊടുക്കും. തുടർന്ന് ആ തിരുമേനിയെ പറ്റി 5 ചോദ്യം, ഓരോ ചോദ്യത്തിന് 4 മാർക്ക്. അത് പാസില്ല. ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി ചോദ്യം ചോദിക്കുന്നില്ല, അടുത്ത ടീമിലോട്ട് പോകും. പാസ്സായതുകൊണ്ട് 5, ബാക്കി എല്ലാത്തിനും കൃത്യം 4 കിലോ കിട്ടും. ആ രീതിയിൽ ഞാൻ പോയിട്ട് അപ്പൊ 106 ആണ് നിങ്ങളുടെ നമ്പർ. 106 തിരുമേനി വരുന്നു. ഇത് വേണം തിരിച്ചത് ഉപയോഗിക്കാൻ. ഐഡന്റിഫൈ ചെയ്തെങ്കിൽ ഒറ്റ പറഞ്ഞാട്ടെ. സ്ലീപാവ ടീം എയ്ക്ക് 10 പോയിന്റ്. ഇതേപോലെ 5 സിമ്പിൾ ചോദ്യം ചോദിക്കാം. നെഗറ്റീവ് ഒന്നുമില്ല, വേഗം വേഗം പറയണേ. ഇത് പാസില്ല കേട്ടോ, നെഗറ്റീവ് ഇല്ല. കാര്യത്തോളം പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട എന്ന് AD 2000 കാലം ചെയ്തത് കബറടക്കപ്പെട്ട എവിടെ? മെത്രോപോളിറ്റയെ വായിച്ചതാണ്. മെത്രോപോളിറ്റയെ വായിച്ചതാണ്. ഏരിയാസ്ഥിതിയൻ എന്നാണ് മെത്രാനായത്? അബ്ദേതോ ആലോക സെക്കൻഡ് ആണ് വായിച്ചത്. 3 കറക്റ്റ് ഉത്തരം പറഞ്ഞു. 3 × 4 12. ഐഡന്റിഫൈ ചെയ്തു. മൊത്തം 22 പോയിന്റ് വരും. ഓക്കെ, അടുത്ത പറഞ്ഞാട്ടെ. ടീം ബി പൗലോസ് മാർക്കൂറിലോസ്. തെറ്റുത്തരം. കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ്. കറക്റ്റ് ഉത്തരം. 110. ടീം സിക്ക് 5 പോയിന്റ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, അതൊരു നഷ്ടമായി. ഓർമ്മ പെരുന്നാൾ സുറിയാനി സഭ എന്ന് ആചരിക്കുന്നു. എന്നാണ് കബറടക്കപ്പെട്ടത്? എന്നാണ് മെത്രാപ്പൊളിത്ത ആയത്? ഏത് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊളിത്തയായാണ് ആദ്യം വായിക്കപ്പെട്ടത്? കൊച്ചി. തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊളംബോയിൽ വെച്ച് വായിക്കപ്പെട്ട കത്തോലിക്ക സഭാ വിശ്വാസം ഉപേക്ഷിച്ചു വന്ന വൈദികന്റെ പേര് റെനി വിലാത്തി. റെനി വിലാത്തി കറക്റ്റാണ്. 1876 കറക്റ്റാണ്. 2 ഉത്തരം കറക്റ്റ് ഉള്ളൂ. 4 × 2 8. ഐഡന്റിഫൈ ചെയ്ത് പാസ്സായിട്ടാണ്. 8 5 13. കൊല്ലത്തിന്റെ ഫസ്റ്റ് മെത്രാപ്പൊളിത്ത. കൊല്ലം. പിന്നെ 1907.
സി. ടീം സിയെ നോക്കി വരുന്നു. അടുത്ത സിമ്പിൾ യുവാക്കി മാർക്കൂറിലോസ് കറക്റ്റ് ഉത്തരം 10 പോയിന്റ്. Then, പാത്രിക്കീസ് ബാവയുടെ 4ാം ലൈംഗിക സന്ദർശന വേളയിൽ എത്രാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷമാണ് നടന്നത്? എനിക്ക് ചോദിക്കുന്ന ഇദ്ദേഹത്തെ പറ്റിയാണ്, പേര് പറയുന്നില്ല. എത്രാമത് എണ്ണം? എത്രാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചത് ഈ റീസെന്റ് ആയിട്ട്? 125. എന്നാണ് പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത്? 2000. ദുഗ്ധേനിൽ ചേർക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നതെന്നാണ്. മെത്രാപ്പോളിത്തയായി വായിച്ചത് ആരും അദ്ദേഹത്തെ? ഇനി 10 പോയിന്റ് കിട്ടി, ബാക്കിയും കൂടെ പാസ് ചെയ്യട്ടെ. ഇഗ്നാത്യോസ് ഗീവർഗീസ് കബറടക്കപ്പെട്ട എവിടെയാണ്? മട്ടാഞ്ചേരി പള്ളി. എന്താണ് മുളന്തുരുത്തി നർത്തവൻ കത്തീഡ്രൽ നർത്തവൻ പള്ളിയിലായിരുന്നേ. അപ്പം സബായിട്ടുള്ള ഒന്നും പറഞ്ഞില്ല, ഐഡന്റിഫൈ ചെയ്തു. 10 പോയിന്റ്. ടീം ഡി ഏതെങ്കിലും നമ്പർ? 9. നിങ്ങളെ തേടി വരുന്നു. അറിയത്തില്ല. ഈ അറിയത്തില്ല എന്നെ പറ്റി പറയും. ഇവര് പറയും 125 പറയും. അത് പറഞ്ഞേക്കും. പാണമ്പാടി പൗലോസ് മാർക്കൂറിലോസ് കറക്റ്റ് ഉത്തരം ഐഡന്റിഫൈ ചെയ്തു, പക്ഷെ പാസ് ചെയ്താണ്. 5 പോയിന്റ്. ഞാൻ നേരിട്ട് ചോദിക്കട്ടെ, 5 ചോദ്യം ചോദിക്കാം. മെത്രാപ്പോളിത്തയായി വാഴിക്കപ്പെട്ട വർഷം? ഫെബ്രുവരി ഒന്നും വേണ്ടത്, വർഷം മതിയൊന്നും തീർന്നു പോട്ടെ. 1910 വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം. വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. പ്രഖ്യാപിച്ചല്ലോ സ്വയം. 2000. കബറിന്റെ എവിടെയാണ്? പാണമ്പടി സെന്റ് മേരീസ്. നമുക്ക് അന്ന് വേണം, അതാണ് അല്ലേ? ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ പ്രശ്നം വരല്ലേ, അതുകൊണ്ടാണ്. പാണമ്പടി സെന്റ് മേരീസ് തന്നെ വേണം. കാലം ചെയ്തതെന്നാണ്? 900 ഡിസംബർ. ദുഗ്ധേനിൽ പേര് ചേർക്കപ്പെട്ട എത്രാമത്തെ ഭാരതീയ മെത്രാപ്പൊലീത്ത? 3 കറക്റ്റാണ്. 3 കറക്റ്റാണ്. പാണമ്പടി കറക്റ്റാണ്. 2008 കറക്റ്റാണ്. 3 ശരിയാണ്. 12 പോയിന്റ്. ഐഡന്റിഫൈ ചെയ്ത പാസ്സായിട്ടാണ് 17 പോയിന്റ് ആകെ, അല്ലേ സാറേ? 908 അല്ല മെത്രാപ്പൊലീത്ത. 2008 കറക്റ്റാ. സെന്റ് മേരീസ് കറക്റ്റാ. കാലം ചെയ്ത വർഷം കറക്റ്റാ. 3 കറക്റ്റാണ് സാറേ. 16 + 5 ഉണ്ട്, 21 ഉണ്ട്. ഒരെണ്ണം തെറ്റോ? 4 നേരിട്ടോ? കറക്റ്റ് ഉത്തരം സക്രലാമാർ ബസേലോസ് മഫ്രിയാന. 10 പോയിന്റ് സാറേ. 10. 5 ചോദ്യം നേരിട്ട്. കാലം ചെയ്ത് എവിടെ വെച്ച്? വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട എന്നായി? ഉറപ്പാണോ? എത്രാമത് ഓർമ്മ പെരുന്നാളാണ് 2024 നടന്നത്?
കുറയ്ക്കാൻ അവർ ബുക്ക് വെച്ചല്ലേ? ഒത്തിരി കുറയ്ക്കരുത്. അല്ല എനിക്കറിയാം. ഓക്കെ, ഒട്ട വേഗം പറ. ശരി, 370. കുറച്ച് ഒരു സംഖ്യ തെറ്റിപ്പോയി. ശരി, ഓക്കെ. ഇനി അതല്ല, ഞാൻ പറഞ്ഞുതരാം. മലങ്കരയിൽ എത്തിയ വർഷം കുറച്ചൊരു സംഖ്യ മുന്നിൽ തെറ്റിപ്പോയി. 2 ശരിയാണെങ്കിൽ കുറയ്ക്കുമ്പോൾ ശരിയാണ്. ഓക്കെ, മലങ്കരയിൽ എത്തിയ 260. മലങ്കരയിൽ എത്തിയ വർഷം വേഗം പറ. ഓക്കെ, 1752. 1700. റൈറ്റ്. ഓക്കെ, കബറടക്കപ്പെട്ട എവിടെയാണ്? കണ്ടനാട് സെന്റ് മേരീസ് പള്ളി, മട്ടാഞ്ചേരി സെന്റ് ജോർജ് പള്ളി. 2008. 3 ശരിയാണ്. 3 12 ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ്. സാറേ 22 പോയിന്റ്. സാറേ മറ്റേ 260 1751. 260 ഇതാണോ? 260 സാറേ 108 അവരെ തേടി വരുന്നേ. പാടില്ലാത്ത റീസെന്റൊക്കെ ആയിട്ടുള്ള ചേരാനല്ല. പറ സാർ, വേടിച്ചിട്ട് എല്ലാരും കാലം ചെയ്താണ്. ഓക്കെ, കുര്യാക്കോസ് മാർ കോറി, ശമുവേൽ മാർ പീലക്സിനോസ്, മിഖായേൽ മാർ ദീവന്നാസിയോസ്, എല്ലാ പടവും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാണ്. ഇതൊന്നും എന്റെ കണ്ടുപിടുത്തതല്ല. വെരി ഗുഡ്. മാർക്കോസ് മാർത്തോറിലോസ്, ടീം ബി 5 പോയിന്റ്. കാലം ചെയ്യുമ്പോൾ ഏത് ഭദ്രാസനം മെത്രാപ്പൊലീത്ത? ഏതെങ്കിലും പറയാനേ. പത്തനംതിട്ട. നിരണം. ഏത് മെത്രാപ്പൊലീത്തയോടൊപ്പമാണ് മാർക്കോസ് മാർ കൂറിലോസിനെയും വാഴിച്ചത്? ആരാന്നല്ല, ഒപ്പം 2-3 പേരൊക്കെ വായിക്കാൻ സാധ്യതയുണ്ട്. കൂടെ ആരെയും കൂടെ വായിച്ചു. ഓക്കെ, പാസ് ചെയ്തേ. എന്നാണ് വൈദികനായത്? ശേഷം ഉത്തരമല്ല, നമുക്ക് 2 പേർക്ക് അറിയാം. കാലം ചെയ്തത് എന്നാണ്? കബറടക്കപ്പെട്ട എവിടെയാണ്? പങ്കട സെന്റ് മേരീസ്, നിരണം. 2 ശരിയാണ്. 4, 2, 8. പാസ് ചെയ്തിട്ട് 5. 13 പോയിന്റ്. $105. 10 പോയിന്റ്. അതോടൊപ്പം വേഗം 5 പറയാമോ? കാലം ചെയ്തതെന്ന് അറിയാം? 1996. എത്ര വർഷം മെത്രാപ്പൊലീത്തയായിരുന്നു? എത്ര വർഷം? ഓക്കെ, കാതോലിക്ക ബാവ ആയതെന്ന്? എവിടെ വെച്ചാണ് മെത്രാനായത്? സ്ഥലം? കബറടങ്ങിയിരിക്കുന്ന ദേറാപ്പള്ളിയുടെ പേര്? ചോദ്യം. കബറടങ്ങിയിരിക്കുന്ന ദേറാപ്പള്ളിയുടെ പേര്? സെന്റ് ജോർജ് മലയിൽ. ഞാൻ രാവിലെ വെച്ചാൽ എൻഷുർ ചെയ്തു. എനിക്കൊരു സംശയം ആണെന്ന്. എവിടെയാണ് കണ്ടത്? ഞാനേ MJSS വരുന്ന വരിക്കുന്നത് ഓഫീസിൽ വിളിച്ചു. സൺഡേ സ്കൂൾ എങ്ങോട്ട് അയക്കുന്നതെന്ന് സെന്റ് ജോർജിന് ഓർമ്മിച്ചില്ല. അപ്പോളേ നമുക്ക് കാലം ചെയ്തത് ശരിയാണ്, അത് മാത്രമേ ശരിയുള്ളൂന്നുള്ളതാണ്. പക്ഷേ ചുമ്മാ ശരിയാകുന്ന ഹോംസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ സാറ് 4 മാർക്ക് ഐഡന്റിഫൈ ചെയ്തതിന് 10, 14 മാർക്ക്. 109.
ഐഡന്റിഫൈ ചെയ്താൽ 10 പോയിന്റ്. ഐഡന്റിഫൈ ആവില്ല. ഓക്കെ. മിഖായിൽ മാർ ദിവന്യാസ് ആ പറയുന്ന ഇരിപ്പുണ്ട്. പക്ഷേ കാണിച്ചു തരാം. മിഖായിൽ മാർ ദിവന്യാസ് സാറാണ്. സാറേ വേഗം വേഗം. ഡു ഓർ ഡൈ എന്നതിന്റെ അവസാനത്തെ റൗണ്ടിലോട്ട് കിടക്കുമ്പോൾ ആ ചാർട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മുന്നത്തെ പോലെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ആ ചാർട്ടില്. സെൻട്രലോട്ട് വെച്ച് വെക്കാം, കുഴപ്പമില്ല. അതായത് ടോട്ടലായോ? അപ്പൊ ടോട്ടൽ പറയുകയാണ് അവസാന റൗണ്ടിന് മുന്നേ 10,001 രൂപ ഒന്നാം സമ്മാനമുള്ള ഈ ക്വിസ് മത്സരത്തിൽ നിലവിൽ മുന്നിൽ നിൽക്കുന്ന ആരും നമുക്കറിയാം. ടീം എ 108 പോയിന്റ്, ടീം ബി 116 പോയിന്റ്, ടീം സി 61 പോയിന്റ്, ടീം ഡി 96 പോയിന്റ്, ടീം ഇ 174 പോയിന്റ്, ടീം എഫ് 105 പോയിന്റ്, ടീം ജി 94 പോയിന്റ്, ടീം എച്ച് 75 പോയിന്റ്, ടീം ഐ 120 പോയിന്റ്. ഈ പോയിന്റിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ ഒന്ന് പറയാൻ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. ഇവർക്കും എല്ലാം ബുദ്ധിമുട്ട് വരും. നിലവിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? പോയിട്ട് എന്തെങ്കിലും? ഓക്കെ ഓക്കെ സാർ, ലാസ്റ്റ് റൗണ്ട് പറയട്ടെ. ലാസ്റ്റ് റൗണ്ട് ഡു ഓർ ഡൈ. അതായത് ഇവിടെ 15 ഇത് വെച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ സാറേ? 15 ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് റോയിലെ ചോദ്യങ്ങൾക്കെല്ലാം 10 മാർക്ക്, സെക്കൻഡ് റോയിലെ ചോദ്യങ്ങൾക്കെല്ലാം 20 മാർക്ക്, തേർഡ് റോയിലെ ചോദ്യങ്ങൾക്കെല്ലാം 30 മാർക്ക്. അതാണ് റോ വൈസ്. ഈ കോളം വൈസ് പറയുവാണെങ്കിൽ ഒന്നും തെളിയിക്കുന്നത് പഴയ നിയമം ഇതര കാരുണ്യ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യങ്ങളായിരിക്കാം 10ന്റെ 20ന്റെ 30ന്റെ. സെക്കൻഡ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നിന്നായിരിക്കും. തേർഡ് എന്ന് പറയുന്നത് സഭാ ചരിത്രമായിരിക്കും, നമ്മുടെ സിലബസ് അല്ല. ഫോർത്ത് എന്ന് പറയുന്നത് സമകാലീനം, സഭാപിതാക്കന്മാര്, ആരാധന, കൂദാശ, അങ്ങനത്തെ കാര്യങ്ങൾ. ലാസ്റ്റ് ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാബു. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചോദ്യം തിരഞ്ഞെടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് 30 മാർക്കിന്റെ ചോദ്യം സെലക്ട് ചെയ്താല് പറഞ്ഞ എത്ര മാർക്ക് കിട്ടും? 30 കിട്ടും. പറഞ്ഞില്ലേലോ 30 പോകും. ഞാൻ നിർബന്ധിക്കുന്നില്ല പറയണമെന്ന്. നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് മിണ്ടാതിരിക്കാം. പാസ് ചെയ്താൽ നെഗറ്റീവ് ഇല്ല. പക്ഷേ ഉദാഹരണം ഉദാഹരണം പറയും. നിങ്ങൾക്കെല്ലാം ശ്രേഷ്ഠ ബാബയെ പറ്റി കാണാപ്പാട്. ബാബയുടെ 30 പിടിക്കാൻ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഓർഡർ ഡിസൈഡ് ചെയ്യും. ആ ഓർഡർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കും. അതിൽ ആദ്യ ഉത്തരം പറയുന്നവര്, കറക്റ്റ് ഉത്തരം പറയുന്നവരൊക്കെയാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള അവസരം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ പറയുന്നതിന് പോയിന്റ് ഇല്ല. അതൊരു ക്വസ്റ്റ്യൻ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തിനാ? നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം പുതിയ നിയമം കാണാപ്പാടാണ്. എനിക്ക് 30 തന്നെ ടീച്ചർ 30 എടുത്തു. അപ്പൊ നിങ്ങൾക്ക് എല്ലാം തോന്നുവാണ് ആ 30 എനിക്കിവിടെ കിട്ടേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാം തുല്യ അവസരം വേണമല്ലോ. ഒരു തവണ ചാൻസ് ഉള്ളേ. എന്നിട്ട് സാറാണ് ആദ്യം സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. സാറ് സഭാചരിത്രം 30 പറഞ്ഞു. സാറിന് അറിയത്തില്ല. കേൾക്കണേ, സാറിന് അറിയത്തില്ലെങ്കിൽ സാറിന് മാർക്ക് വല്ലതും പോവോ? ഇല്ല. പാസ് ചെയ്ത് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. സാറിനും അതേ 30 മാർക്കിന്റെ അവകാശമുണ്ട്. പാസ് ചെയ്യും. പക്ഷെ പാസ് ചെയ്യുന്നതിന് 30 തന്നെ ഉണ്ട്. പക്ഷെ പറഞ്ഞില്ല എന്ത് പറ്റും? അപ്പോഴും 30 പോകും. ആരെ എടുക്കുന്നോ അവിടുന്ന് വലത്തോട്ടായിരിക്കും പാസ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു തവണ കിട്ടും. പേടിക്കേണ്ട, എല്ലാവരും കറക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഞാനൊരു സിമ്പിൾ ചോദ്യം. ഇനി ഞാൻ ഈ പറയുന്ന സെലക്ഷൻ പറഞ്ഞില്ല, ഇങ്ങനെ വരും. ഞാൻ ഈ പറയുന്ന സെലക്ഷൻ ആര് സാറ് ഒരു ഉത്തരവും പറയുന്നില്ല. ഞാൻ പക്ഷെ അവസാനത്തെ ഓപ്ഷൻ സാറിന് കിട്ടും. കാരണം സെലക്ഷൻ ചോദ്യങ്ങൾ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ലാസ്റ്റത്തെ ഉത്തരം സാറിന് കിട്ടും. നമുക്ക് തുടങ്ങാം. ഇതാ കേൾക്കണേ, ഞാൻ ചോദ്യം ചോദിക്കുക. ആർക്ക് വേണമെങ്കിലും ആദ്യം ചാടി ഉത്തരം പറയാം.
അതാ പറയാം, ആർക്ക് വേണേലും ചാടി ഉത്തരം പറയാം. അതിന് നെഗറ്റീവ് ഇല്ല. അത് ആര് വേണം ആദ്യം തെരഞ്ഞെടുക്കണം ഡിസൈഡ് ചെയ്യണം. ആരൊക്കെ 15 ചോദ്യം നിങ്ങൾക്കുണ്ട്, 30ന്റെ ഏത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. 30 പോകും. കിട്ടിയതൊക്കെ 30 പോകും. വേണം പറഞ്ഞാൽ മതി, എനിക്ക് നിർബന്ധമില്ല. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാണ്. നിങ്ങൾക്ക് ആദ്യം കറക്റ്റ് ഉത്തരം പറയുന്നവരാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അതിന് പോയിട്ടൊന്നുമില്ല. ഓക്കെ, ചോദ്യം ഇതാണ്: 1 കൊരിന്ത്യരിൽ എത്ര അധ്യായങ്ങൾ? 16. പിന്നെ നിങ്ങൾ കൈവൊക്കെ നിൽക്കേണ്ട, ഉത്തരം പറയാൻ കേട്ടോ. സാറ് തന്നെ ആദ്യം നോക്കി സാറ് തന്നെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. സാറ് പറഞ്ഞ ഉത്തരം 16 തെറ്റിപ്പോയെങ്കിൽ സാറിന് അവസരമില്ല. അവസരമുണ്ട്, അവസാനം എന്നാലും കിട്ടും, അടുത്ത ചാൻസ് കിട്ടും. ഓക്കെ, സാറാണ് ടീം എഫ് ആണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്. ടീം എഫിന് ഏതിലെ ഏത് വേണം? ഇടത്തിന്ന് വലത്തോട്ട് പോയിന്റുകൾ പറഞ്ഞോ. ഏതിലെ ഏത് വേണമെന്ന് പറഞ്ഞോ. ഏത് വിഷയം വേണം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്. ചരിത്രമാണോ, ഭാവയാണോ, സഭയാണോ, പഴയ നിയമമാണോ, പുതിയ നിയമമാണോ? വേഗം പറഞ്ഞു, ഒരു 10 മിനിറ്റ് നമുക്ക് തീർക്കണം. അല്ല, ഏതാന്ന് പറഞ്ഞു, ഞാൻ ചോദ്യം എടുത്തോണ്ട് വരാം. പറഞ്ഞു, പഴയ നിയമം ഏറ്റവും ഇഷ്ടം. പഴയ നിയമത്തിൽ 10 വേണോ, 20 വേണോ, 30 വേണോ? 30 ആയിക്കോട്ടെ, കുറയ്ക്കുന്നില്ല. തെറ്റാണോ പറയാതിരുന്നാ മതി. അപ്പൊ ടീം എഫ് തിരഞ്ഞെടുത്തേക്കുന്നത് പഴയ നിയമത്തിന്റെ 30 മാർക്കിന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ദമസ്കോസിന്റെ എന്ത് അതിക്രമം നിമിത്തം താൻ അവരെ ശിക്ഷിക്കുമെന്നാണ് കർത്താവ് ആമോസിന് ദർശനം കൊടുത്തത്? അങ്ങനെ ശിക്ഷിക്കുമ്പോൾ എവിടെ നിന്നും നിവാസികളെ ഛേദിച്ചു കളയുമെന്നും പറയുന്നു. ഹലോ, ഒരെണ്ണത്തിന് 15, മറ്റേതിനും 15. ഒരെണ്ണം തെറ്റിപ്പോയാ അതിന്റെ 15 പോകുന്നു. സഭയായിട്ട് 15. ഡെമസ്കോസിന്റെ എന്ത് അതിക്രമം നിമിത്തം എവിടത്തെ നിവാസികളെ ഛേദിച്ചു കളയും അങ്ങനെ ചെയ്താൽ? ചോദ്യം മനസ്സിലായല്ലോ. എനിക്കൊന്ന് സാറ് ഇപ്പൊ സെക്കൻഡ് അധിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ടീം എഫ് എത്ര അധിക്കുന്നത്? പോർട്ടാ, ഒരു 30 പിടിക്കാവുക. എന്നെ നഷ്ടപ്പെടാനാ? തേർഡ് വരെ സമ്മാനം അറേഞ്ച് കിട്ടും അല്ലെ? പോർട്ടിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇല്ല, പോയെന്നെ പറയാനേ. നിങ്ങളെ ഇഷ്ടം. പകുതി ശരിയായ 15 കിട്ടും. മറ്റേതിന്റെ നെഗറ്റീവ് പോന്നു. മറ്റേ പറഞ്ഞില്ല നെഗറ്റീവ് പോകത്തില്ല. 2 സബ്ബാർഡിനെ കാണാം. എ ബി. എയുടെ ഉത്തരം പറയാനുണ്ടോ? ഡെമസ്കോ. വേഗം പറ. എല്ലാരും പെടുത്തും. ഡെമസ്കോസിന്റെ എന്ത് അതിക്രമം നിമിത്തം പറയുന്നില്ല. ഓക്കെ, ടീം ജി. സ്വാഭാവികമായിട്ട് 30 മാർക്കിൻ്റെതായ ഒരു പാടുണ്ട്, എനിക്കറിയാം. ചുമ്മാ 30 കൊടുക്കാൻ പറ്റൂ? തെറ്റിപ്പോയി. ഓൺലൈൻ ഇപ്പൊ എന്താ സ്ഥാന ടോപ്പിലാണോ നിൽക്കുന്നത്? പിന്നെ നഷ്ടപ്പെടാനോ പറയാനേ? പടി കൊണ്ടുള്ള ആക്കണമോ? അതാ 2 ഉത്തരവും നിർഭാഗ്യവശാൽ തെറ്റാണ്. ടീം എച്ചിന് -30 ആദ്യം ഇടണം. കറക്റ്റ് ഉത്തരം: ഗിലയാദിനെ ഇരുമ്പ് മെതി വണ്ടി കൊണ്ട് മെതിച്ചതിനാലാണ് ശിക്ഷിക്കുമെന്ന് ആമോസിനോട് പറഞ്ഞേക്കുന്നത്. ആഴ്മോൻ താഴ്വരായിലെ മുഴുവൻ നിവാസികളെ ഛേദിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ടീം എച്ചിൽ ഒരു -30 ഇട്ട് ആ കടമ നമുക്ക് നിർവഹിക്കാം. അടുത്തത്, ഇനി നിങ്ങൾക്ക് അവസരമില്ല. പാസ് ചെയ്ത് കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. സൂബോറോ പെരുന്നാൾ എന്താ ആചരിക്കുന്നത്? നിങ്ങൾ നമ്മുടെ ആദ്യം എന്റെ രൂപ കോടിയാണ്. ടീച്ചർക്ക് ഏതാ വേണ്ടേ? കൈവക്കണ്ട, പറഞ്ഞേ. ബസറൊന്നുമില്ല. പറ, ഏത് വിഷയം പറ. അതിക്കാര്യമൊന്നുമില്ല ടീച്ചർ, വിഷയം പറഞ്ഞു. ഞാൻ എഴുതോണ്ട് വരാം. പുതിയ നിയമത്തിന് 30 വേണോ? അത് 20 വേണോ, 10 വേണോ? 30. 2 പുതിയ നിയമം, അതിന്റെ 30 10. അല്ല, ഇനിയിപ്പോ പുതിയ നിയമത്തിനായ പഴയ നിയമത്തിന് 30 കാണുന്നുണ്ടോ? ഇല്ല, അത് പോയി. ബാക്കിയൊക്കെ എടുക്കാം. അതിവരൊക്കെ എടുത്തോണ്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്ഷൻ വെച്ചേ. നമ്പർ എത്ര? 85. അത് ശ്രദ്ധിച്ച് ചെയ്യണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് താരം പറയുന്ന കാര്യങ്ങൾ നടന്ന ക്രമത്തിൽ പറയുക. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവർക്ക് അറിയാവുന്നുള്ളൂ. യേശുവിന് ശമരിയ സ്ത്രീ വെള്ളം കൊടുക്കും. കാനാവിലെ കല്യാണ ഭവനത്തിലെ അത്ഭുതം.
യേശു എനിക്ക് അവരോട് പറയും റിസ്ക് എടുക്കുക. യേശുവും നദാനിയാലുമായുള്ള സംഭാഷണം. യേശു നദാനിയലുമായിട്ടുള്ള ഒരു സംഭാഷണം, കോൺവെർസേഷൻ. യേശു നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണം. ബെത്സയിദ കുളക്കരയിൽ വെച്ചുള്ള രോഗിക്ക് സൗഖ്യം. യെരുശലേം ദേവാലയത്തിലെ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നു. ഇത് ഏത് ഓർഡറിലാണ് സംഭവിച്ചത്? പറഞ്ഞാൽ 30 മാർക്ക് പോയ 30 തിരിച്ചു പിടിക്കുക. CBDEF എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, മൂന്നാമത്തെ ഈ അല്ല പറഞ്ഞേ. ദൈവം അനുവദിച്ചാല് നിങ്ങളുടെ 30 ഒരിക്കൽ കൂടി പോയി. കാര്യം ബെത്സയിദ കുളക്കരയിലെ രോഗിക്ക് സൗഖ്യം ഉണ്ടായത് ഈ കൂട്ടത്തിലെ അത് സംശയമില്ല. അടുത്ത പറഞ്ഞാണ്ട് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുവാണേ. വേണം വേഗം 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 വേഗം. -30 പോയി. അതൊന്നും കുഴപ്പമില്ല ടീച്ചറെ, അതൊക്കെ ഒരു റിസ്ക് അല്ലേ. ഹൈറേഞ്ച് മേഖലയുടെ മെത്രാപ്പൊളിത്തയായിരുന്നു. ആദ്യം പറഞ്ഞേ ആരാന്ന് വെച്ചാൽ അവര് ടീം ബി ഈ ഭാഗത്ത്. ടീം ബി ഏത് വേണം? 10, 20, 30 ഏത് വേണം? 30 കുറയ്ക്കണ്ട. സഭാചരിത്രം 30. ഹദ്രിയാനോസ് കൈസർ യഹൂദന്മാരുടെ പട്ടണമായിരുന്ന ഊർഷലേമിനെ ഒരു പുതിയ റോമ പട്ടണമായി വ്യത്യാസം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. നാലാമത്തെ ചോദ്യം. ആദ്യ ഉത്തരം പറയൂ, അത്രേ ഉള്ളൂ. മായത്തോ പെരുന്നാളെന്താ? ആദ്യം ആൻസർ അങ്ങ് പറഞ്ഞാൽ മതി, കൈയൊന്നും വെക്കണ്ട. ഫെബ്രുവരി 2. ടീമേ ഏത് വേണം? ഇനിയുള്ളത് സഭ. ഒരു ശ്രേഷ്ഠ ബാവയുടെ 30 മാർക്കിന്റെ ചോദ്യമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് ബാവയുടെ കബറിടത്തിന്റെ മാതൃക ക്രമീകരിച്ചതാരും അത് മാനേജിംഗ് കമ്മിറ്റി അംഗീകരിച്ചത് എന്നും പറയുന്ന മാർക്ക് പോകുന്നില്ല. ആണോ എന്നാണ് ഗോപി വ്യക്തിയല്ലോ, കമ്പനിയുടെ പേര്. കമ്പനിയുടെ ആരാണ് ആ കമ്പനിയുടെ പേരെ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല. അതേതൊക്കെ പറഞ്ഞോ? എനിക്കറിയാം, പാടാന്നറിയാം. ബൈസാൻഡിയൻ ഡിസൈൻസ് എന്നാണ്. അത് സൂം ചെയ്ത് നോക്കിയാൽ മതി, വീട്ടിൽ പോയി. അതിന് കിടപ്പുണ്ട്. ആ ഡിസൈനിങ് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ആർക്കും പോയിട്ടില്ല. അടുത്തത് പറഞ്ഞേ. ഇത് നമ്മള് ചോദ്യം കൈവക്കണ്ട, ഉത്തരം. ഇസഹാക്കിന്റെ ഇടയന്മാരും ഗോദോറിലെ ഇടയന്മാരും ഒരു നീരുറവയ്ക്ക് വേണ്ടി തർക്കിച്ചതിനെ തുടർന്ന് ഇസഹാക്ക് 2 കിണർ കുഴിച്ചു. അതിൽ അവകാശ തർക്കം ഉന്നയിക്കപ്പെട്ട കിണറിന്റെ പേര്. ഒരു നീരുറവ കണ്ടു, തർക്കം ഉണ്ടായി. 2 കിണർ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. ഒന്നിൽ അവകാശ തർക്കം വന്നു. അത് ഏതാണ്? അവകാശ തർക്കം വന്ന കിണറിന്റെ പേര് വന്നു. ഞാൻ ബാക്കി പറഞ്ഞു. ഉത്തരത്തിൽ എനിക്ക് ധൈര്യമുണ്ട്. പാസ് ചെയ്യേണ്ടതാ പറഞ്ഞേക്കോ? ആ ഉത്തരം തെറ്റാണ്. അത് ഞാൻ പറയാം. റഹ്മൂത്ത് അല്ല, എസ്തോ എന്ന സ്ഥലത്തൊരു നീരുറവയുണ്ട്. ആ നീരുറവയെ പറ്റി ഭയങ്കര തർക്കം വന്നു. തുടർന്ന് ഇസഹാക്കിന്റെ നേതൃത്വത്തിൽ പോയി ഒരു എന്ത് ചെയ്തു? ഒരു കിണർ വിളിച്ചു. ആ കിണറിന്റെ പേരാണ്. അത് നീരുറവയാ. ഞാൻ കിണറെന്ന് ചോദിച്ചു. കിണർ നീരുറവയല്ലോ, കിണർ. ഞാൻ കൃത്യമായി ഞാനത് പഠിച്ചിട്ടായിട്ടോ, അതുകൊണ്ടാണ്. അല്ല, അതിനകത്ത് ഇങ്ങനെ ചില എഴുത്തുകൂത്തുകൂടി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയൊക്കെയാണല്ലോ നമ്മൾ ആ രീതി ഇതിനെ വായിക്കുന്നത്. എനിക്ക് തോന്നി ഞാൻ ആദ്യം അവകാശം ഇല്ലാതെ ഇട്ടാക്കാന്ന് ചോദിച്ചു. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തൊട്ട് മുന്നത്തെ ഇട്ടാ. അപ്പൊ ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ തീരും. 3 പെട്ടെന്ന് തീരും.
യാക്കോബായ സുറിയാനി സഭയുടെ സുന്നകതോ സെക്രട്ടറി ആയിരുന്നു. ടീം ജി ഏതാ വേണ്ടത്? തോമസ് മാർ തീമോത്തിയോസ്, അക്കായിക്കോസ്, എസ്റ്റെപ്പാന, പർത്തുനാത്തോസ്, അക്വിലാസ്. കൂട്ടത്തിൽപ്പെടാത്ത അക്കായിക്കോസ്. എന്തുകൊണ്ട്? സഭാചരിത്രം 20. നമ്പർ എത്ര? 81. ഓക്കെ. കാതോലിക സഭ എന്ന പദം ആരുടെ എഴുത്തിലാണ് ആദ്യമായി വെളിപ്പെട്ടത്? അത് എവിടേക്കുള്ള എഴുത്തായിരുന്നു? കാതോലിക സഭ എന്ന പദം സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആരുടെ എഴുത്തിലാണ് ആദ്യമായി കാണപ്പെട്ടത്? ആ കത്ത് എവിടേക്ക് എഴുതിയതാണ്? കിട്ടിയാൽ 20 പോയിന്റ്. വിശുദ്ധ ഇഗ്നാത്തിയോസ് ന്യൂറോന എവിടേക്ക് എഴുതി? അറിയത്തില്ല. എവിടേക്ക് എഴുതിയെന്ന് പറയാം. കറക്റ്റ് ഉത്തരാണ്. ടീം സിക്ക് ഒരു 10 മാർക്ക് കൊടുക്കാം. എവിടേക്കാന്ന് പറയാമെങ്കിൽ 10 കിട്ടും. പറഞ്ഞില്ലെങ്കിൽ ഒന്നും പോകുന്നില്ല. തെറ്റി പറഞ്ഞാൽ -10 കിട്ടും. അങ്ങനെയാണല്ലോ അതിന്റെ നിയമം. പിടിക്കുന്നില്ല. സാർ പിടിക്കുന്നോ? സ്മിർന. ടീം ഇ 10 പോയിന്റ്. ടീം ഇ 10, ടീം സി 10. ടീം ഡിയും ടീം ഇയും. ഓക്കെ, ചോദിച്ചേക്കട്ടെ. പഴയ നിയമത്തിൽ പെട്ടകം നിർമ്മിച്ച ആരെന്ന് പറയുന്നത്? ഓക്കെ, പറഞ്ഞ് ഏത് വേണ്ടെന്ന് പറയാം. സത്യവിശ്വാസത്തിന്റെ സഭാപിതാക്കന്മാര് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യമാണ്. 2024 നവംബറിൽ മോർ ഷെമമോൻ ദസ്തൂനിയുടെ നാമത്തിൽ പുതിയ കോൺഗ്രിഗേഷൻ ആരംഭിച്ചത് എവിടെയാണ്? രാജ്യമേതാണെന്നും പറയും. സാറേ 30 മാർക്ക്. സാറിന്റെ പോയിന്റ് 200 കടത്താനുള്ള അവസരം. ശ്രേഷ്ഠ ബാബയുടെ നാമത്തിലുള്ള ക്വിസ് മത്സരത്തിൽ 200 പോയിന്റ് കടത്തിയാൽ തെറ്റിപ്പോയാൽ 150 താഴെ കേട്ടോ. അതെനിക്കറിയില്ല. 2024 നവംബറിൽ മോർ ഷെമമോൻ ദസ്തേനയുടെ നാമത്തിൽ പുതിയ കോൺഗ്രിഗേഷൻ ആരംഭിച്ചത് എവിടെയാണ്? അത് ഏത് രാജ്യത്താണ്? കറക്റ്റ്. നോർത്ത് അമേരിക്കൻ അതിഭദ്രാസനത്തിന് കീഴിലുള്ള പ്രിൻസ് ജോർജിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കാനഡയിലാണ്. കാനഡ. ടീം ഇ ലാസ്റ്റ് ചോദ്യം. സഭാചരിത്രത്തിന്റെ സാറ് ആർക്കും പോയിന്റ് കുറഞ്ഞിട്ടില്ല. സഭാചരിത്രം 10. നമ്മുടെ ഈ ക്വിസ് മത്സരത്തിലെ അവസാന ചോദ്യമാണ്. ഇത്രയും നേരം ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നാണ്. വലിയ നോമ്പ് ആരംഭിച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നീട് മാമോദീസ നടത്തുവാൻ പാടില്ല എന്ന് AD 364 കൂടിയ ലെബദോക്യ സുന്നതോസിൽ അതിന്റെ എത്രാം നിയമത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത്? 10 കളയാനൊരു അവസരമുണ്ട്. ഓക്കെ, ഞാൻ പറയാൻ കാര്യം നമുക്ക് ചെറിയൊരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന് പെട്ടെന്നേ ഉള്ളൂ. എന്റെ ചോദ്യത്തിലോ ശൈലിയിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ അത് അങ്ങനെ ആയി പോയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ ആഗ്രഹിച്ചത് ഏറ്റവും സുതാര്യമായിട്ട് മത്സരം നടത്തുകയെന്നുള്ളൂ. അകപ്പറമ്പ് പോലെ വെച്ചൊരു ക്വിസ് മത്സരം നടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പിന്നീട് വരരുത്. ആ രീതിയിൽ എന്നെ ക്രമീകരിച്ചതേ ഉള്ളൂ. ഇതെല്ലാ ചോദ്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലെ ആണെങ്കിൽ അതിൽ നിന്ന് ബാക്കി എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിൽ തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും. സമകാലീനം നിങ്ങൾക്കറിയാം, ഒത്തിരി സമകാലീനം നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ട്. നമുക്ക് എന്റെ ചോദ്യങ്ങൾ കണ്ടെത്താം. ഞാൻ പറഞ്ഞതുപോലെ കാതോലിക്ക ബാബയുടെ കബറിടം കണ്ടപ്പോൾ കബറിടത്തോടൊപ്പം അതിനൊരു ചോദ്യം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ ഡിസൈനിങ് കമ്പനിയുടെ കാര്യം, അതുപോലെ തന്നെ വേറെ ഒത്തിരി ചോദ്യങ്ങൾ. ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സുരക്ഷിത ഭവന പദ്ധതി വായിക്കുമ്പോൾ ഒത്തിരി പോയിന്റുകൾ കിട്ടും. അങ്ങനെ വരാൻ ഒരു ചോദ്യം കർത്താവിന്റെ കണ്ണിൽ കണ്ടാൽ ഒത്തിരി ചോദ്യങ്ങൾ കിട്ടും. ആ രീതിയിൽ ക്രമീകരിച്ചതേ ഉള്ളൂ. കോട്ടയം ജില്ലയ്ക്ക് വെളിയിൽ തന്നെ ആദ്യമായിട്ടൊരു ക്വിസ് മത്സരത്തിൽ ഞാൻ പോയതാണ്. നിങ്ങളുടെ അവസരം തന്ന
അകപ്പറമ്പ് മാർ സാബോ റഫ്രോത്ത് യാക്കോബായ കത്തീഡ്രൽ വലിയ പള്ളിയുടെ ബഹുമാനപ്പെട്ട വൈദികര്, ഭാരവാഹികള്, ഇതിന്റെ കമ്മിറ്റിക്കാര്, പ്രത്യേകിച്ചും ഞാനുമായി ഒത്തിരി സംസാരിച്ച വർഗീസ് സാർ ഉൾപ്പെടെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി. എന്നെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്ത MJSSയുടെ അങ്കമാലി ഭദ്രാസനത്തിന്റെ ഡയറക്ടർ കൂടിയായ ജേക്കബ് സാറാണ് ഇങ്ങനെ ഒരു പേര് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ആ രീതിയിൽ അവർ തെരഞ്ഞെടുത്തതിൽ അവരുടെ നീതി പുലർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം എന്റെ ഭാര്യ ക്രിസ്റ്റീനയുണ്ട്. ക്രിസ്റ്റീന സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അവരാണ് ഈ ചാർട്ടൊക്കെ ഉണ്ടാക്കിയത്. ഒരു ജോലി സംബന്ധമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള സമയം എനിക്കുള്ളൂ. ഇപ്പൊ ചാർട്ട് കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയതാണ്. ഞാൻ കുറെ ബോക്സും ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയുകയാണ്. അവിടെ വീട്ടിൽ നിന്ന ജോലിക്ക് പോകുന്നത് തൊടുപുഴയ്ക്ക് അപ്പുറമുള്ള സ്ഥലം. അപ്പൊ ആ രീതിയിൽ അവർ വന്നു. ഞങ്ങൾ മൂവാറ്റുപുഴ വെച്ച് കണ്ടു, ഒരുമിച്ച് കയറി പോന്നു. എന്തെങ്കിലും ഈ ക്വിസ് മത്സരത്തിൽ പറഞ്ഞാൽ അവർക്ക് ബന്ധപ്പെട്ട ഭാരവാഹികൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. ഈ ക്വിസ് മത്സരത്തെ പറ്റി ഏതെങ്കിലും 2 ടീമംഗങ്ങൾ ആരെങ്കിലും ഒക്കെ 2-3 അഭിപ്രായം കുറ്റം പറയണം. കാര്യം കുറ്റം പറഞ്ഞാലേ നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്കും ബന്ധപ്പെട്ടവർക്കും വരാൻ പറ്റുള്ളൂ. ഞാൻ താരതമ്യേന വളരെ ജൂനിയറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ ഇതിനോടകം പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ ഒരു പ്രത്യേകത ഈ ക്വിസ് മത്സരത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയും ചെറുപ്പത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി ഇത്രയും കഠിനമായി അധ്വാനം ചെയ്ത ക്വിസ് മാസ്റ്റർ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇത് വെറുതെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും അത് ആ എഴുത്ത് പരീക്ഷയിൽ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പം ഏതായാലും സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും തരികയാണ്. സാറിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, MJSSയുടെ മുകളിലേക്ക് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കാരണം ഇതുപോലുള്ള ആളുകൾ വന്നപ്പോഴാണ് MJSSയുടെ കെട്ടിലും മട്ടിലും ഒരു മാറ്റം വരും. ഈ കണ്ടമാറിയായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ഈ കാര്യങ്ങളെ കുറിച്ചും കൂടെ നല്ല രീതിയിൽ ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്, ഭാവിയിലുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമാണ്. സാറിന് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുക. ഇന്നത്തെ ക്വിസ് മത്സരത്തിന്റെ റിസൾട്ട് ബഹുമാനപ്പെട്ട വൈദികരുടെ ഇതിന് ക്വസ്റ്റ്യനും എല്ലാ സ്വാതന്ത്ര്യവും സംഘാടകര് ക്വിസ് മാസ്റ്റർക്കും കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യം. അത് സാറിന്റെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിനാണ് ഞങ്ങൾ വിട്ടുകൊടുത്തത്. അതിന് എല്ലാ അധികാരം സാറിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 7 മണിക്കൂർ സമയമായിട്ട് ഇവിടെ ക്വിസ് മത്സരം നേരത്തെ കൊടുത്ത അവിനാഷ് സാറിനും ക്രിസ്റ്റീന മിസ്സിനും ആദ്യമായിട്ട് ഒരു നല്ല കൈയടിയോടെ തന്നെ ഞാൻ എൻ്റെ വൈദിക വൃത്തിയിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും നന്നായിട്ടൊരു ക്വിസ് മത്സരം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാറിന്റെ കുടുംബത്തിനും പ്രത്യേകമായിട്ട് അഭിനന്ദനം. പ്രത്യേകിച്ച് ഞങ്ങള് ശ്രേഷ്ഠ ബാബ തിരുമനസിന്റെ സ്മരണാർത്ഥം ഈ ഇടവക ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന ഒരു ക്വിസ് മത്സരത്തിന്റെ ആദ്യ മത്സരമാണ്. അതൊരു പക്ഷേ മലക്കരയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. ഞങ്ങളുടെ 1200-ാം ജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് നമ്മൾ വളരെ പെട്ടെന്ന് മാനേജിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് ഇത് ഒരു അഖില മലക്കര അധ്യാപകർക്ക് വേണ്ടി ഈ മത്സരം സംഘടിപ്പിച്ചത്. ഇത്രയും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണമെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വേണം, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, ഇതിന്റെ ആൻസർ കണ്ടെത്തല്ലേ. അപ്പൊ ഇത്രയും ടീമിനെ 12 റൗണ്ട് തയ്യാറാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ അതിന്റെ എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും എല്ലാം വളരെ സജീവമായി അതിനകത്ത് പരിശ്രമിച്ച സാറിന്റെ വൈഫിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം. സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കോട്ടയം MJS ഡയറക്ടറായിരിക്കുന്ന സാറിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത സമയമാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഇന്ന് അനുഗ്രഹകരമായി ഈ മത്സരം നടത്തുകയും ചെയ്ത ഒരിക്കൽ കൂടെ ക്രിസ്ത്യൻ ടീച്ചർക്കും അവിനാഷ് സാറിനുള്ള നന്ദി ഈ ഇടവയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് അറിയിക്കുന്നു. പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെയും പ്രത്യേകിച്ച് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ ബൈബിൾ ക്വിസ് മത്സരത്തിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി തയ്യാറാക്കിയെടുത്തു. അതിന് ആ കമ്മിറ്റി അംഗങ്ങളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും സംഘാടകരായിട്ട് നിന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്വിസ് മത്സരത്തിന്റെ പരീക്ഷയും അതിന്റെ മാർക്കിടലും എല്ലാം സാറിനെയാണ് അതിന് ചുമതലപ്പെടുത്തിയിരുന്നത്. സംഘാടകർ എല്ലാവിധ സഹകരണവും പിന്തുണയും ഇതിനു വേണ്ടി സാറിന് നൽകിയിരുന്നു. ഒരിക്കൽ കൂടെ ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുവാനും അത് ഏറ്റവും അനുഗ്രഹമായി നിർവഹിക്കുവാനും
ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുന്നതോടൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ച സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഇപ്പോൾ പള്ളിയുടെ ഒരു ഉപഹാരം രണ്ടുപേർക്കുമായിട്ട് ഇപ്പോൾ ഒരുമിച്ച് സമ്മാനിക്കും. ഇപ്പോൾ ഇവിടെ നടത്തപ്പെട്ട ക്വിസ് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ എല്ലാവരുടെയും പോയിന്റുകൾ വായിക്കും. അതിനുശേഷം 3-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ്. ആദ്യമായിട്ട് എല്ലാവരുടെയും പോയിന്റുകൾ വായിക്കും. ടീം എ 88 പോയിന്റ്, ടീം ബി 146 പോയിന്റ്, ടീം സി 71 പോയിന്റ്, ടീം ഡി 96 പോയിന്റ്, ടീം ഇ 184 പോയിന്റ്, ടീം എഫ് 105 പോയിന്റ്, ടീം ജി 74 പോയിന്റ്, ടീം എച്ച് 15 പോയിന്റ്, ടീം ഐ 120 പോയിന്റ്. ഇതിൽ നിന്നും 3-ാം സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ടീം ഐ 120 പോയിന്റ് 3-ാം സ്ഥാനം. സൺഡേ സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സൺഡേ സ്കൂൾ മഴുവന്നൂർ, പെരുമ്പാവൂർ മേഖലയിലെ സെന്റ് തോമസ് സൺഡേ സ്കൂൾ മഴുവന്നൂരാണ് 3-ാം സ്ഥാനത്തിന് അർഹരായിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ പേര് പ്രനൂജ കുര്യച്ചൻ. എൻ്റെ പേര് സൗമ്യ ബിനു. സൺഡേ സ്കൂളിനും അധ്യാപികമാർക്കും പ്രത്യേക അഭിനന്ദനം. 2-ാം സ്ഥാനത്തിന് അർഹരായിട്ടുള്ളത് ടീം ഇ, ടീം ബി 146 പോയിന്റ് 2-ാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നു. ടീം ബി സെന്റ് ഏലിയാസ് തേർഡ് സൺഡേ സ്കൂൾ കീഴിലും അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു. അധ്യാപകരെ അവർ സ്വയമായിട്ട് പരിചയപ്പെടുത്തും. പേര് വർക്കി ജോസഫ്. എൻ്റെ പേര് സാലി പോൾ. ആ സൺഡേ സ്കൂളിനും പങ്കെടുത്ത വിജയികളായ അധ്യാപകർക്കും പ്രത്യേകമായിട്ട് അഖിലമലങ്കര ഫസ്റ്റാണ് സെക്കൻഡ്, അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു. 1-ാം സ്ഥാനത്തിന് അർഹരായിട്ടുള്ളത് ടീം ഇ 184 പോയിന്റ്, സെന്റ് മേരീസ് വടവുകോട് സൺഡേ സ്കൂളാണ്. അധ്യാപകരെ അവരുടെ പേരുകൾ പറഞ്ഞ് പരിചയപ്പെടും. എൻ്റെ പേര് തോമസ് എബ്രഹാം. ഞങ്ങൾ വടവുകോട് സെന്റ് മേരീസ് സൺഡേ സ്കൂളിൽ വരുന്നു. എൻ്റെ പേര് ആനി പൗലോസ്, വടവൂർ സെന്റ് മേരീസ് സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അധ്യാപകർക്കും ആ സൺഡേ സ്കൂളിനും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. 1, 2, 3 സ്ഥാനങ്ങൾക്കുള്ള സമ്മാന തുക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1-ാം സമ്മാനം 10,001 രൂപയും മൊമന്റോയും, 2-ാം സമ്മാനം 7,001 രൂപയും മൊമന്റോയും, 3-ാം സമ്മാനം 5,001 രൂപയും മൊമന്റോയുമാണ്. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തന്നെ പ്രധാന പെരുന്നാൾ ദിവസമായ 2-ാം തീയതി വിശുദ്ധ കുർബാനാനന്തരം ആ സമ്മാനങ്ങൾ പള്ളിയകത്ത് വെച്ച് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. 1, 2, 3 സമ്മാനരായിട്ടുള്ള അന്ന് പള്ളിയിൽ വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് പ്രത്യേകം നിങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ മറ്റുള്ളവർക്കുള്ള മൊമന്റോകൾ ഇവിടെ വെച്ച് തന്നെ നൽകപ്പെടുകയാണ്. ഓരോ ടീമുകളും മുന്നോട്ട് വന്ന് 1, 2, 3 സ്ഥാനക്കാർക്ക് പെരുന്നാൾ ദിവസം നൽകുന്നു. മറ്റെല്ലാ ടീമുകൾക്കും ഒരു ടീമിന് 2 പേരടങ്ങുന്ന ടീമിന് 2 പേർക്കും മൊമന്റോകൾ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. ആദ്യമായിട്ട് ടീം എ അടുത്ത സമ്മാനം മേടിക്കുന്നതിനായി ടീം സി മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. ടീം സി അടുത്ത സമ്മാനം
മേടിക്കുന്നതിനായി ടീം ഡി മുൻപിലേക്ക് കടന്നു വരേണ്ടതാണ്. അത് കഴിഞ്ഞ് ടീം എഫ്, ടീം ജി, ടീം എച്ച്, ഈ 3 ടീമുകളും മുൻപോട്ട് കടന്നു വന്ന വികാരിയുടെ കയ്യിൽ നിന്ന് ട്രോഫി മേടിക്കേണ്ടതാണ്, മൊമെന്റോ മേടിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ബൈബിൾ ക്വിസ് മത്സരത്തിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് മത്സരത്തിൽ അവരെല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ മത്സരത്തിൽ എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ അവസാന റൗണ്ടിലേക്ക് പ്രവേശിച്ച എല്ലാ അധ്യാപികമാരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിനുശേഷം ഒരു ഫോട്ടോ സെഷൻ എടുക്കാം. നിർത്തിയിടരുതേ മാതാവേ